ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂപോർട്ട്. മക്കളെ, നമുക്ക് സെക്കൻഡ് ഇയറിൽ 10 ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളതിൽ 5 ചാപ്റ്റേഴ്സ് ഓർഗാനിക് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പല കുട്ടികൾക്കും ഇപ്പോഴും ഓർഗാനിക് ഒരു പ്രശ്നം തന്നെയാണ് എന്ന് നിങ്ങൾ അയക്കുന്ന മെസ്സേജിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സർ, ഓർഗാനിക്കിൽ പഠിക്കുന്ന റിയാക്ഷൻസ് ഒക്കെ മറന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ചില റിയാക്ഷൻസ് ഒന്നും പഠിക്കാൻ തന്നെ കഴിയുന്നില്ല, ആൽഡിഹൈഡ് ഒക്കെ ഒരുപാടുണ്ട് സർ, എങ്ങനെയാ പഠിക്കുക എന്നൊക്കെ പലതരത്തിലുള്ള മെസ്സേജസ് ആണ് നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിനുള്ള ഒറ്റ വാക്കിലുള്ള അല്ലെങ്കിൽ ഒരു ഒറ്റമൂലിയായിട്ട് നമുക്ക് തരാൻ പറ്റുന്ന സൊല്യൂഷനാണ്, പൊളിയാണ് ഓർഗാനിക് എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും ഒരു റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഈ ആദ്യത്തെ ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. 2 പാർട്ടുകളിലായിട്ട് ഈ ചാപ്റ്റർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും, ഇന്നും നാളെയുമായിട്ട്. ഓക്കെ, അതിനുശേഷം ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും അതേപോലെ നിങ്ങളിലേക്ക് എത്തും. ചുരുക്കി പറഞ്ഞാൽ ഒരു 1 വീക്കിനുള്ളിൽ ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു തീർക്കുമെന്നുള്ളതാണ്. അപ്പം മക്കളെ, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓർഗാനിക് കെമിസ്ട്രി ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളുകളാണെങ്കിലും ഏകദേശമൊക്കെ പഠിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിലും ബോർഡ് എക്സാമിന് ചോദിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഒന്നും പഠിക്കാത്ത ആളുകൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഏകദേശം ഒക്കെ നോക്കി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നല്ല ഒരു റിവിഷൻ ആയിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും കഴിയും. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ നമുക്ക് തുടങ്ങാലോ. കൂടുതലൊന്നും പറയുന്നില്ല, കട്ടക്ക് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. ഓർഗാനിക്കിന്റെ 5 ചാപ്റ്റേഴ്സ് മാത്രമല്ല, ബാക്കി 5 ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാ? ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് ആണ്. നമുക്ക് പഠിക്കാനുള്ള ഓർഗാനിക് ചാപ്റ്റേഴ്സിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടെയാണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. ഇത് അറിയാത്ത ആരും ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, അടുത്ത ചാപ്റ്റർ ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈത്തേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. അവിടെയൊക്കെ ആവശ്യമുള്ള പല കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ മക്കളെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ മക്കളെ, ഒരു 2 മണിക്കൂർ സമയം പോലും ഞാൻ എടുക്കില്ല. ആ സമയം നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് നിങ്ങളെ കയ്യിൽ വെച്ച് തരും. ഓക്കെ, വരൂ. നിങ്ങൾ ആദ്യം തന്നെ എന്താണ് അറിയേണ്ടത്? എന്താണ് ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ എന്താണ് ഹാലോ അറീൻ? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അതിൻ്റെ മുന്നേ ഒരു തുടക്കം എന്നുള്ള നിലക്ക് മക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാനൊരു ആൽക്കെയിൻ എടുക്കാം. എൻ്റെ ആൽക്കെയിൻ ഏതാ? CH4. ഇതെൻ്റെ ആൽക്കെയിനാ. ഈ ആൽക്കെയിനിൻ്റെ പേര് മീത്തൈൻ ആണ് എന്ന് ഞാൻ പറയേണ്ട കാര്യം പോലും ഇല്ല. അപ്പൊ ബേസിക്കലി പറഞ്ഞാൽ ഒരു ആൽക്കെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ഞാൻ റീപ്ലേസ് ചെയ്യുക. ഒന്ന് തന്നെ റീപ്ലേസ് ചെയ്യണമെന്നില്ല. ഇവിടെ 4 എണ്ണോ ഇല്ലേ? 1, 2, 3, 4 ഒക്കെ റീപ്ലേസ് ചെയ്യാം. ഒരു ആൽക്കെയിനിൽ നിന്ന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം ആരെ കൊണ്ടുവരുന്നു? ഹാലോജനെ കൊണ്ടുവരുന്നു. ഞാൻ കൊണ്ടുവരുന്ന ഹാലോജൻ ക്ലോറിൻ ആണ്. നിങ്ങൾക്ക് ഫ്ലൂറിനോ, ക്ലോറിനോ, ബ്രോമിനോ, അയോഡിനോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പൊ എനിക്ക് എന്താണ് കിട്ടുക? CH4 എന്നുള്ളത് CH3 ആവും. കാരണം എന്താ? ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ടുണ്ട്, പകരം വന്നത് ക്ലോറിനാണ്. അല്ലടാ, അപ്പൊ ഇയാളെ പേരെന്താ? ഇയാളെ പേര് ക്ലോറോമീത്തൈൻ. എന്താ പേര്? ക്ലോറോമീത്തൈൻ. ആരാടാ ക്ലോറോമീത്തൈന്? ഒരു ഹാലോ ആൽക്കെയിൻ ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അറീൻ എന്നല്ലേ? എങ്ങനെയാണ് ഒരു ഹാലോ ആൽക്കെയിൻ ഉണ്ടാവുന്നത്? ഒരു ആൽക്കെയിനിൽ നിന്ന് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് അവിടെ ഹാലോജൻ വരുന്ന സമയത്താണ്. മറ്റൊരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഇവിടെ പറയും. പക്ഷേ ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഒരു ആൽക്കെയിനിൽ നിന്ന് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ഹാലോജനെ കൊണ്ടുവന്നാൽ
ഹാലോ ആൽക്കെയിന് കിട്ടും. ഓക്കെ മക്കളെ, ഒരു ഹാലോ ആൽക്കെയിന് 2 പാർട്ടുകളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്താടാ? ഇത് ആൽക്കൈൽ പാർട്ടാണ്. ഇത് മിത്തൈലാണ്. ജനറലി ആൽക്കൈൽ പാർട്ട് എന്ന് വിളിക്കാം. എന്നാൽ ഇതാരാടാ? ഇത് ഹാലോജൻ പാർട്ടാണ്. ഏത് പാർട്ടാണ്? ഹാലോജൻ പാർട്ടാണ്. ഒരു ഹാലോ ആൽക്കെയിൻ എടുത്താൽ അവിടെ ഒരു ആൽക്കൈൽ പാർട്ട് ഉണ്ടാവും, അവിടെ ഒരു ഹാലോജൻ പാർട്ട് ഉണ്ടാവും. ജനറലി നമ്മൾ അതിനെ RX എന്ന റെപ്രസെന്റ് ചെയ്യുക. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ പാർട്ടാണ്, X എന്ന് പറഞ്ഞാൽ ഹാലോജൻ പാർട്ടാണ്. പാർട്ടാട്ടോ, പാർട്ട് പെൻഡല്ല, പാർട്ട്, ഹാലോജൻ പാർട്ട്. ഇത് ആൽക്കൈൽ പാർട്ട്, ഇത് ഹാലോജൻ പാർട്ട്. ഒന്ന് മനസ്സിൽ വെച്ചോ. ഇനി മക്കളെ, ഞാൻ എടുക്കുന്നത് ഒരു ബെൻസീൻ റിംഗാ. ബെൻസീൻ റിംഗ് എന്ന് പറഞ്ഞാൽ C6H6 അല്ലേ? ഇത് ബെൻസീനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ മക്കൾക്ക് അറിയുന്നതാ. ഒരു ബെൻസീൻ റിംഗിൽ നിന്ന് നമ്മൾ ഹൈഡ്രജനെ മാറ്റുന്നു. ഞാനിവിടെ ഒരു ഹൈഡ്രജനെയാ മാറ്റുന്നത്, പകരം ഞാൻ ഹാലോജനെ കൊണ്ടുവരുന്നു. ഹൈഡ്രജനെ മാറ്റിയിട്ട് ആരെയാടാ ഞാൻ കൊണ്ടുവന്നത്? ഹാലോജനെയാ കൊണ്ടുവന്നത്, ക്ലോറിൻ. അപ്പൊ എനിക്ക് കിട്ടുന്നത് C6H5Cl ആണ്. എന്താണ് അതിന്റെ പേര്? അതിന്റെ പേര് ക്ലോറോബെൻസീൻ എന്നാണ്. ക്ലോറോബെൻസീൻ എന്നാണ്. എന്താടാ പേര്? ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീൻ. ഇനിയൊരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ഇവിടെയുള്ള C6H5 എന്താ? അത് ബെൻസീൻ പാർട്ടാണ്, അല്ലെങ്കിൽ അതിന് അറൈൽ പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അറൈൽ പാർട്ട്. ഈ ക്ലോറിൻ എന്താ? അത് മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഹാലോജൻ ആണ്, അല്ലെങ്കിൽ ഹാലോജൻ പാർട്ടാ. അപ്പൊ ഹാലോ അറീനിനെ ഈ ക്ലോറോബെൻസീൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ഹാലോ അറീന. അപ്പൊ എങ്ങനെയാ ഹാലോ അറീൻ ഉണ്ടായത്? ഒരു ബെൻസീൻ റിംഗിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം ഹാലോജനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന സാധനമാണ് ഹാലോ അറീൻ. നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നത് ഹാലോ അറീൻ ആണ്. ക്ലോറോബെൻസീൻ ഒരു ഹാലോ അറീന, ബ്രോമോബെൻസീൻ മറ്റൊരു ഹാലോ അറീന, അയോഡോബെൻസീൻ മറ്റൊരു ഹാലോ അറീന. അതിനെ ജനറലി റെപ്രസെന്റ് ചെയ്യുക ARX എന്ന. AR എന്ന് പറഞ്ഞാൽ അറൈൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ്, X എന്ന് പറഞ്ഞാൽ ഹാലോജൻ പാർട്ട്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ കൈ പിടിച്ച് ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അറീൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പേരില്ലേ, അതൊന്ന് പരിചയപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു ഹാലോ ആൽക്കെയിൻ ഉണ്ടാവുന്നത് ആൽക്കെയിനിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റി ഹാലോജൻ വരുമ്പോഴാണ്. ഒരു ഹാലോ അറീൻ ഉണ്ടാവുന്നത് ബെൻസീൻ റിംഗിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റി ഹാലോജൻ വരുമ്പോഴാണ് എന്ന ബേസിക് ഐഡിയ മക്കളെ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ശരിക്കും ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല. എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ബോർഡ് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് ഞാൻ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമില്ല, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ മക്കളെ, ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുക, അത് എളുപ്പമാവാൻ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ വളരെ ഫണ്ടമെന്റലായ, വളരെ ബേസിക് ആയ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി എന്താണ് അറിയേണ്ടത്? ക്ലാസിഫിക്കേഷൻ അറിയണം. ഹാലോ ആൽക്കെയിനെയും ഹാലോ അറീനിനെയും ഒക്കെ നമ്മൾ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തത്? എടാ, ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വളരെ സിമ്പിളാ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലോജൻ. നമ്മൾ എടുത്തിരിക്കുന്ന ഹാലോ ആൽക്കെയിനില് അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഹാലോ അറീനില് എത്ര ഹാലോജൻ ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലോജൻ ആറ്റംസ്. നമ്മൾ എടുത്തിരിക്കുന്ന ഹാലോ ആൽക്കെയിനില് അല്ലെങ്കിൽ ഹാലോ അറീനിൽ എത്ര ഹാലോജൻ ഉണ്ട് എന്നാ നോക്കുന്നത്. മക്കളെ, ഒരു ഹാലോജൻ ആണോ ഉള്ളത്? നിങ്ങളെടുത്ത ഹാലോ ആൽക്കെയിനില് ഒരു ഹാലോജൻ ആണോ ഉള്ളത് എങ്കിൽ അതിനെ മോണോ ഹാലോ ആൽക്കെയിൻ എന്ന് വിളിക്കാം.
ഇനി 2 ഹാലോജൻ ഉണ്ടോ എങ്കിൽ ഡൈ ഹാലോ ആൽക്കെയിൻ എന്ന് വിളിക്കാം. ഇനി 3 ഹാലോജൻ ഉണ്ടോ എങ്കിൽ അതിനെ ട്രൈ ഹാലോ ആൽക്കെയിൻ എന്ന് വിളിക്കാം. 2ൽ കൂടുതലുള്ളത് അല്ലെങ്കിൽ 3ൽ കൂടുതലുള്ളത് നമുക്ക് പോളി ഹാലോ ആൽക്കെയിൻ എന്നും പറയാറുണ്ട്. മോണോ ഹാലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ 1 ഹാലോജൻ ഉള്ളത്, ഡൈ ഹാലോ എന്ന് പറഞ്ഞാൽ 2 ഹാലോജൻ ഉള്ളത്, ട്രൈ ഹാലോ എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉള്ളത്. ഇനി 2ൽ കൂടുതലുള്ളത് പൊതുവെ വേണമെങ്കിൽ പോളി ഹാലോ ആൽക്കെയിൻ എന്നും നമുക്ക് പറയാവുന്നതാണ്. ഇനി 1 ഹാലോജനുള്ള ഹാലോ അറീൻ എന്താ വിളിക്കുക? അത് മോണോ ഹാലോ അറീന്. 2 ആണെങ്കിൽ ഡൈ ഹാലോ അറീന്, 3 ആണെങ്കിൽ ട്രൈ ഹാലോ അറീന്. അങ്ങനെ നമ്പർ ഓഫ് ഹാലോജന്റെ അടിസ്ഥാനത്തിൽ ഹാലോ ആൽക്കെയിനെയും ഹാലോ അറീൻസിനെയും ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിളാണ്. മോണോഹാലോ, ഡൈഹാലോ, ട്രൈഹാലോ, പോളിഹാലോ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താ ഐഡിയ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. മോണോ 1 ആണ്, ഡൈ 2 ആണ്, ട്രൈ എന്ന് പറഞ്ഞാൽ 3 ആണ്, പോളി എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതലുള്ളതൊക്കെ പൊതുവെ പോളി എന്ന് നമ്മൾ പറയാറുണ്ട്. ഗോട്ട് ഇറ്റ്? ഇനി എന്താ ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നം ഉണ്ടാവാൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് 1-2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി മക്കളെ നോക്ക്, 1ാമത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി 2 എന്താ? 2 സിമ്പിളാണ്. നമ്മളെടുത്തിരിക്കുന്ന ഹാലോ ആൽക്കെയിനില് അല്ലെങ്കിൽ ഹാലോ അറീനില് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലോജൻ ബോണ്ട് ഉണ്ടോ എന്നാ നോക്കുന്നത്. എന്താടാ? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലോജൻ ബോണ്ട് ഉണ്ടോ എന്നാ നോക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് 3 ആളുകളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. നമ്മളെടുക്കുന്ന ഹാലോ ആൽക്കെയിനില് അല്ലെങ്കിൽ ഹാലോ അറീനില് sp3 ഹൈബ്രിഡ് കാർബൺ ഹാലോജൻ ബോണ്ട് ഉണ്ടോ എന്ന് തിരയുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്നത് 3 ആളുകളെ. ആദ്യത്തേത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡുകൾ. നിങ്ങൾ പ്രൈമറി എടുത്താലും ശരി, സെക്കൻഡറി എടുത്താലും ശരി, ടെർഷ്യറി എടുത്താലും ശരി, അവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലോജൻ ബോണ്ടാ ഉണ്ടാവുക. മക്കളെ, ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണെന്നറിയോ? കഴിഞ്ഞ വർഷം പഠിച്ചതാ. സിംഗിൾ ബോണ്ടഡ് കാർബൺ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഡബിൾ ബോണ്ടഡ് കാർബൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ എന്ന് പറയുന്നത് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. ഇതല്ലാതെ വേറെയും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇപ്പൊ ചെറിയൊരു പോയിന്റ് മനസ്സിലാക്കാൻ ഇത് ഞാൻ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്ന് വാടാ. ഇതെന്താ? ഇത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാ. എന്താ പ്രൈമറി എന്ന് പറഞ്ഞാൽ? എക്സ് ആണല്ലോടാ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്ട്ലി ബോണ്ട് ചെയ്തിരിക്കുന്നത് എന്തിലേക്കാണ്? നിങ്ങൾ നോക്ക്, ഈ ഹാലോജൻ ഡയറക്റ്റ് ആയിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത് ഒരു sp3യിലേക്കാണ്, അഥവാ സിംഗിൾ ബോണ്ടഡിലേക്കാണ്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഡബിളോ ട്രിപ്പിളോ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് sp3 ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി പ്രൈമറി എന്താ? പ്രൈമറി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഫങ്ഷണൽ ഗ്രൂപ്പ് നേരിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ കാർബണിലേക്കാണല്ലോ. ആണ്. ആ കാർബൺ വേറെ എത്ര കാർബണുമായി ബോണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതി. വളരെ സിമ്പിളാ, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇയാൾ ഡയറക്റ്റ് ആയിട്ട് എത്ര കാർബണുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്? ഹൈഡ്രജന്റെ കാര്യമല്ല നോക്കേണ്ടത്, കാർബൺ. ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കാണുന്നുണ്ടോ? 6 എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. മീത്തൈൽ, ഈത്തൈൽ, പ്രൊപ്പൈലൊക്കെ പോലെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ കാർബൺ ഡയറക്റ്റ് ആയിട്ട് ഒരു കാർബണുമായിട്ടല്ലേടാ ബോണ്ട് ചെയ്തത്, ഒരു കാർബണുമായിട്ട് മാത്രമല്ലേ ബോണ്ട് ചെയ്തത്, എങ്കിൽ അത് പ്രൈമറിയാ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെയും എച്ച് ആണ് എന്ന് വിചാരിക്കുക. ഇതും എച്ച്. ഓക്കെ. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ വേറെ ഒരു കാർബണുമായി ബോണ്ട് ചെയ്താൽ അത് പ്രൈമറിയാ. മനസ്സിലായി? അപ്പൊ വേറെ കാർബണുമായിട്ടൊന്നും ബോണ്ട് ചെയ്യുന്നില്ലെങ്കിലോ, അതായത് ബോണ്ട് ചെയ്യുന്നത് മൊത്തം ഹൈഡ്രജനുമായിട്ടാണെങ്കിലോ, അത് നിങ്ങൾ പ്രൈമറി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. എന്നാൽ മക്കളെ, നിങ്ങൾ സെക്കൻഡറിയിലേക്ക് എത്തുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ഇവിടെയും ഫങ്ഷണൽ ഗ്രൂപ്പ് നേരിട്ട് ബോണ്ട് ചെയ്തത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്ക് തന്നെയാണ്. കാരണം എന്താ? ഇവിടെ നിങ്ങൾ സിംഗിൾ ബോണ്ട് മാത്രമല്ലേ കാണുന്നുള്ളൂ. ആണ്. പക്ഷെ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ആറ്റം എത്ര കാർബണുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്? 2 കാർബണുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാർബണേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാർബൺ ആണെങ്കിൽ പ്രൈമറി, 2 കാർബൺ ആണെങ്കിൽ സെക്കൻഡറി.
ഇനി മക്കളെ ടേർഷ്യറി പറയണോ? വേണ്ട. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ വേറെ 3 കാർബണുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 കാർബണുമായിട്ട് ബോണ്ട് ചെയ്താൽ അതിനെയാണ് ടേർഷ്യറി എന്ന് വിളിക്കുക. ഈ പ്രൈമറി ആവട്ടെ, സെക്കൻഡറി ആവട്ടെ, ടേർഷ്യറി ആവട്ടെ, ഇതിലൊക്കെ ഹാലജൻ ബോണ്ട് ചെയ്തിരിക്കുന്നത് സിംഗിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്കാണ്, അഥവാ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്ക്. അപ്പൊ നമ്മുടെ പോയിന്റ് എന്താ? പ്രൈമറി ഹാലോ ആൽക്കേൻ ആവട്ടെ, സെക്കൻഡറി ഹാലോ ആൽക്കേൻ ആവട്ടെ, ടേർഷ്യറി ഹാലോ ആൽക്കേൻ ആവട്ടെ, അവിടെയൊക്കെ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലോജൻ ബോണ്ട് നമുക്ക് കാണാം. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലോജൻ ബോണ്ട് നമുക്ക് കാണാം. മക്കളെ ഓക്കെ അല്ലേ? പോയിന്റ് മക്കളെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഐഡിയ ഓക്കെ ആണല്ലോ? അത്രയേ ഉള്ളൂ. അതായത് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്താണെന്ന് അറിഞ്ഞിരിക്കണേ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ വേറെ ഒരു കാർബണുമായി ബോണ്ട് ചെയ്താലും ആരുമായും ബോണ്ട് ചെയ്തിട്ടില്ല, വേറെ ഒരു കാർബണുമായും ബോണ്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രൈമറി, 2 ആളുമായി ബോണ്ട് ചെയ്താൽ സെക്കൻഡറി, 3 ആളുമായി ബോണ്ട് ചെയ്താൽ ടേർഷ്യറി. പ്രൈമറി ആവട്ടെ, സെക്കൻഡറി ആവട്ടെ, ടേർഷ്യറി ആവട്ടെ, 3ലും sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജൻ ബോണ്ടാ ഉള്ളത്. ഇനി മക്കളെ വേറെ എവിടെയെങ്കിലും sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജൻ ബോണ്ട് ഉണ്ടാവോ? ഉണ്ടാവും. 2 സ്ഥലങ്ങളിൽ ഉണ്ടാവും. എവിടെയാണെന്നറിയോ? ഒന്ന് അല്ലിലിക് ഹാലൈഡ് ആണ്, 2 ബെൻസിലിക് ഹാലൈഡാ. എന്താടാ അല്ലിലിക്? ഇതൊക്കെ എക്സാമ്പിളുകളാ. ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ശ്രദ്ധിച്ചോ. CH3 CH ഡബിൾ ബോണ്ട്, CH3 CH ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2Cl. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണല്ലോ? ഇതൊരു ഹാലോ ആൽക്കേന. ഹാലോജൻ ഉണ്ട്, ആൽക്കൈൽ പാർട്ട് ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ ഹാലോജൻ നേരിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത് ഈ കാർബണിലേക്കല്ലേ? ആണ്. ആ കാർബണിന്റെ ചുറ്റും സിംഗിൾ ബോണ്ട് മാത്രമല്ലേ ഉള്ളൂ? ആണ്. എങ്കിൽ അത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റമാണ്. എന്നാൽ ആ കാർബണിന്റെ തൊട്ടടുത്തുള്ളത് ഈ കാർബൺ അല്ലേടാ? ആണ്. ആ കാർബണിന്റെ കൂടെ ഡബിൾ ബോണ്ട് കാണുന്നില്ലേ? ഉണ്ട്. എങ്കിൽ അത് sp3 ആണോ? അല്ല, അത് sp2 ആണ്. സിംഗിൾ വന്നാൽ sp3, ഡബിൾ വന്നാൽ sp2, ട്രിപ്പിൾ വന്നാൽ sp. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഫങ്ഷണൽ ഗ്രൂപ്പ് നേരിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത് sp3യിലേക്കാണ്. അതിന്റെ തൊട്ടടുത്ത് ആരുണ്ട്? sp2 ഉണ്ട്. എങ്കിൽ അതിന് നിങ്ങൾക്ക് അല്ലിലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാമെടാ? അല്ലിലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കാം. കേട്ടോ? ഇതൊന്നും അപ്പൊ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതല്ല. പക്ഷെ ഇത് ചോദിച്ചാൽ ആ 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഓരോ പോയിന്റും പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് മക്കളെ എഴുതിയെടുക്കണം, പഠിച്ചെടുക്കണം. ഒരു കോംപ്രമൈസും ഇല്ല. ഇനി സമയം വളരെ കുറവാണ്. കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ബോണ്ട് ചെയ്തത് sp3യിലേക്ക്, തൊട്ടടുത്ത് sp2. അപ്പൊ നിങ്ങൾ നോക്ക്, sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജൻ ബോണ്ട് അവിടെ ഉണ്ടല്ലോ? ഉണ്ട്. ഇനി ബെൻസിലിക് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിക്കോ നിങ്ങൾ. ബെൻസിലിക് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിക്കോ നിങ്ങൾ. സിമ്പിൾ ആണ്. നോക്കടാ, ഇതൊരു സിമ്പിൾ ആളാണ്. ആരാ? നിങ്ങൾ തന്നെ പറ. ഫങ്ഷണൽ ഗ്രൂപ്പ് നേരിട്ട് ബോണ്ട് ചെയ്തത് സിംഗിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്കാണ്, അഥവാ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്ക്. സിംഗിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്കാണ്, അഥവാ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്ക്. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് ആരുണ്ട്? ഒരു ബെൻസീൻ റിംഗ് ഉണ്ടെങ്കിൽ അതിനെയാണ് ബെൻസിലിക് ഹാലൈഡ് എന്ന് വിളിക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് നേരിട്ട് ബോണ്ട് ചെയ്തത് sp3യിലേക്കാണ്. പക്ഷെ തൊട്ടടുത്ത് ബെൻസീൻ റിംഗ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ബെൻസിലിക് എന്ന് വിളിക്കാം. അപ്പൊ ചോദിക്കട്ടെ മക്കളെ, എവിടെയൊക്കെയാണ് നിങ്ങൾ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജൻ ബോണ്ട് കണ്ടത്? ഒന്ന് പ്രൈമറി, ദെൻ സെക്കൻഡറി, 3 ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡിൽ കണ്ടു. അതേപോലെ അല്ലിലിക് ഹാലൈഡിൽ കണ്ടു. പിന്നെ ബെൻസിലിക് ഹാലൈഡിൽ കണ്ടു. ഓക്കെ ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പൊ 2 ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഏതൊക്കെയാ? ഒന്ന് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ കഴിഞ്ഞു. രണ്ടാമത്തത് എന്താ? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജനുള്ള ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അറീനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണെന്നറിയോ? ആ sp3 മാറ്റിയിട്ട് sp2 വെക്കാൻ പോവാ. എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജൻ ബോണ്ടുള്ള ഹാലോ ആൽക്കേനും ഹാലോ അറീനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 സ്ഥലത്ത് നമുക്കത് കാണാം. സിമ്പിളാ. എവിടെയാണെന്നറിയോ?
അറിയോ? ഒന്ന് അലിലിക്കിലാണ്, രണ്ട് അറൈലിലാണ്. നോക്ക്, സോറി, അലിലിക്കല്ല, വിനിലിക്കിലാണ് അഥവാ വിനൈലിലാണ്, അതേപോലെ അറൈലിലുമാണ്. എന്താടാ വിനിലിക് എന്ന് പറഞ്ഞാൽ? സിമ്പിളാ, നോക്കിക്കോ. CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, Cl. നിങ്ങൾ പറ, ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതല്ലേ ഫങ്ഷൻ ഗ്രൂപ്പ്? അയാൾ നേരിട്ട് ബോണ്ട് ചെയ്തത് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്കല്ലേ, അഥവാ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്കല്ലേ? ആണ്. എങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് എന്ത്? വിനിലിക് ഹാലൈഡ് അല്ലെങ്കിൽ വിനൈൽ ഹാലൈഡ്. വെരി സിമ്പിൾ. വിനിലിക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വിനൈൽ എന്ന് വിളിക്കാം. ഇനി അറൈൽ എന്ന് പറഞ്ഞാൽ എന്താടാ? വെരി സിമ്പിൾ ആണ്. എന്താണ് അറൈൽ എന്ന് പറഞ്ഞാൽ? ഇതെന്താ? ഇതൊരു ബെൻസീൻ റിംഗ് ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ആ ബെൻസീൻ റിംഗിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഹാലജൻ ബോണ്ട് ചെയ്താൽ, എടാ ഈ ഹാലജൻ എന്തിലേക്കാ നേരിട്ട് ബോണ്ട് ചെയ്യുന്നത്? അത് ബെൻസീൻ റിംഗിലേക്കാ. ബെൻസീൻ റിംഗിലുള്ള എല്ലാ കാർബൺ ആറ്റവും ഡബിൾ ബോണ്ടഡ് ആണ്, sp2 ആണ്. അത് പ്രത്യേകം പറയേണ്ടതില്ല. ബെൻസീനിലേക്കാണ് ബോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ തന്നെ അത് sp2 ആ. കാരണം എന്താ? ബെൻസീൻ റിംഗിലുള്ള എല്ലാ കാർബൺ ആറ്റവും ഡബിൾ ബോണ്ടഡ് ആണ്. എല്ലാ കാർബൺ ആറ്റവും എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് എന്ന് മക്കൾ മറന്നു പോകരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പൊ വിനിലിക് ആവട്ടെ അറൈലാവട്ടെ, അവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജൻ ബോണ്ടാ ഉള്ളത്, sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജൻ ബോണ്ടാ ഉള്ളത്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഈ കാറ്റഗറിയിൽ പഠിക്കാനുള്ളത്. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജനിൽ പ്രൈമറി, സെക്കൻഡറി, തെർഷറി പഠിച്ചു. അതേപോലെ അലിലിക് ഹാലൈഡ്സും ബെൻസിലിക് ഹാലൈഡ്സും പഠിച്ചു. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻസിൽ മോണോ ഹാലോ, ഡൈഹാലോ, ട്രൈഹാലോ അല്ലെങ്കിൽ പോളിഹാലോ പഠിച്ചു. ഇത്രയുമാണ് ക്ലാസിഫിക്കേഷനിൽ മക്കളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത്രയും ഞാൻ സംസാരിച്ചത് ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിലും ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മക്കളെ അടുത്ത ചാപ്റ്ററിലൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. പ്രൈമറി, സെക്കൻഡറി, തെർഷറി ആൽക്കഹോളുകളെ കുറിച്ച് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇവിടെയുള്ള നേരത്തെ നമ്മൾ പ്രൈമറി, സെക്കൻഡറി പറഞ്ഞില്ലേ, ഇതേ സാധനം തന്നെയാണ് ആൽക്കഹോളും. പക്ഷേ എക്സ് ഹാലജന്റെ സ്ഥാനത്ത് OH വരും എന്നേ ഉള്ളൂ. അലിലിക്, വിനിലിക്കും, ബെൻസിലിക്കും, അറൈലും ഒക്കെ നമുക്ക് പറയാൻ കഴിയും. അടുത്ത ചാപ്റ്ററിൽ അതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ മക്കളെ. ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾ പഠിക്കാൻ തന്നെ പറഞ്ഞതാണ്. അത് എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. തുടർന്നുള്ള എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സിലും ഇവിടെ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ ആണല്ലോടാ? യെസ്. ഇനി എന്താ ഉള്ളത്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോമൻക്ലേച്ചറാ. നോമൻക്ലേച്ചറൊക്കെ മക്കൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാമെന്ന് എനിക്കറിയാം. നോർമൽ കേസിൽ ഒരു ഹാലോ ആൽക്കെയിൻ തന്ന അതിൻ്റെ പേര് ഏതാണെന്നും എക്സാമിന് ചോദിക്കാറില്ല. എന്നാലും ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ പറയട്ടെടാ. ഈ ഹാലോ ആൽക്കെയിൻ്റെ കോമൺ നെയിം പറയുന്ന സമയത്ത് ആൽക്കൈൽ ഹാലൈഡ് എന്നാ പറയാ. എന്താടാ പറയാ? ആൽക്കൈൽ ഹാലൈഡ്. എന്നാൽ IUPAC നെയിം പറയുമ്പോഴോ, IUPAC നെയിം പറയുന്ന സമയത്ത് ഹാലോ ആൽക്കെയിൻ. ഇതൊന്നും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. ഇതൊന്നും മനസ്സിലങ്ങ് ഫിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താടാ? ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുക്കുക. CH3Cl. ഓക്കെ, ഇയാളുടെ കോമൺ നെയിം എന്താ? ആൽക്കൈൽ ഹാലൈഡ്. ഇവിടെയുള്ള ആൽക്കൈൽ ഏതാ? മീത്തൈൽ. ഹാലൈഡ് ഏതാ? ക്ലോറൈഡ്. അപ്പൊ ഇയാളുടെ കോമൺ നെയിം എന്ന് പറയുന്നത് എന്താടാ? മീത്തൈൽ ക്ലോറൈഡ് ആണ്. എന്താടാ കോമൺ നെയിം? മീത്തൈൽ ക്ലോറൈഡ്. അപ്പൊ IUPAC നെയിമോ? ഹാലോ ആരാ? ക്ലോറോ. ആൽക്കെയിൻ ആരാ? മീത്തൈൻ. അപ്പൊ ക്ലോറോ മീത്തൈൻ. എന്താടാ? ക്ലോറോ മീത്തൈൻ. ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഐഡിയ മക്കളെ. ആ മീത്തൈൽ ക്ലോറൈഡ് ഉണ്ട്, ക്ലോറോമീത്തൈൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് കടന്നു പോകാൻ മറ്റു ചില എക്സാമ്പിളുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നത് നന്നായിരിക്കും. ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതിലൂടെ ഒന്ന് കടന്നു പോകുന്നത് നല്ലതാണ്. പിന്നെ പേരൊന്നും കൊടുക്കാനല്ല എക്സാമിന് ചോദിക്കുക. പിന്നെ നമ്മളൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ബേസ് എന്നുള്ള കാര്യം മക്കൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും
മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആൽക്കൈൽ ഹാലൈഡ് കോമൺ ആണ്, ഹാലോ ആൽക്കേന UPSC ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി ചെറിയൊരു കാര്യം മക്കളെ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കേൻ ഒക്കെ പറയുമ്പോൾ കാർബൺ ഹാലോജൻ ബോണ്ടിന്റെ നേച്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാ. ചെറിയൊരു പോയിന്റ് എന്താണെന്നറിയോ? കാർബൺ ഹാലോജൻ ബോണ്ട് പറയുന്ന സമയത്ത് ഒരു കാര്യം മക്കൾ മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ഇതിൽ ആരാ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഒരു സംശയവും വേണ്ട, അത് 17ാമത്തെ ഗ്രൂപ്പിലുള്ള ക്ലോറിൻ തന്നെയാണ്, അല്ലെങ്കിൽ ബ്രോമിനോ അയോഡിനോ ഫ്ലൂറിനോ പോലെയുള്ള ഹാലോജൻ തന്നെയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താടാ സാധനം? അതൊരു കൊവാലന്റ് ബോണ്ടാണ് സർ. എന്താടാ കൊവാലന്റ് ബോണ്ട്? അത് ഒരു പെയർ ഇലക്ട്രോൺ അല്ലേ? ആണ്. അപ്പൊ ആ ഒരു പെയർ ഇലക്ട്രോണിനെ ആരാ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ഹാലോജൻ ആണോ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുള്ള കാർബൺ ആണോ? എന്ത് ചോദ്യം സർ? അത് ഹാലോജനാന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്ക്, ഇവർക്കിടയിലുള്ള ഇലക്ട്രോൺ പെയർ ഇവരുടെ മിഡിൽ നിൽക്കേണ്ടതിന് പകരം മോർ ഇലക്ട്രോ നെഗറ്റീവായ ഹാലോജന്റെ അടുത്തേക്ക് പോവും. അപ്പൊ എന്താണ് സംഭവിക്കുക? ആ ഹാലോജന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും, ഈ കാർബൺ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ എന്താ മനസ്സിലായത്? എന്താടാ മനസ്സിലായത്? നമ്മുടെ ഹാലോ ആൽക്കേനിലുള്ള അല്ലെങ്കിൽ ഹാലോ അറീനിലുള്ള കാർബൺ ഹാലോജൻ ബോണ്ട് പോളാറാണ് എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കണം. എന്താ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? ചാർജ് സെപ്പറേഷൻ വരുമ്പോഴാണ് അത് പോളാറാണ് എന്ന് പറയുക. ഇവിടെ ഇപ്പൊ പാർഷ്യൽ പോസിറ്റീവും ഇവിടെ പാർഷ്യൽ നെഗറ്റീവും വന്നില്ലേ? വന്നു. അങ്ങനെ ചാർജ് സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അതിനെ പോളാർ എന്ന് വിളിക്കാം, അതിനെ പോളാർ എന്ന് വിളിക്കാം. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ നമ്മുടെ കാർബൺ ഹാലോജൻ ബോണ്ട് ഒരു പോളാർ കാർബൺ ഹാലോജൻ ബോണ്ടാണ്. ഇത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, മറന്നു കളയരുത്. ഓക്കെ. അപ്പൊ പോളാർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് നോക്കൂ, നിങ്ങൾ ബോണ്ട് ലെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ ബോണ്ട് എൻതാൽപ്പി കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡൈപോൾ മൊമെന്റ് കൊടുത്തിട്ടുണ്ട്. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂന്ന് ഇതൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നോക്കുന്നത് നല്ലതാണ്. കാർബൺ ഫ്ലോറിൻ ബോണ്ട്, കാർബൺ ക്ലോറിൻ ബോണ്ട്, കാർബൺ ബ്രോമിൻ, കാർബൺ അയോഡിൻ അല്ലേ? അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടും, അതിങ്ങനെ കൂടി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഗ്രൂപ്പിൽ നിന്ന് ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ബോണ്ടിന്റെ ലെങ്ത് കൂടുമ്പോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറയാ ചെയ്യുക. അപ്പൊ ബോണ്ട് എന്താൽപ്പി കുറയാ ചെയ്യുക, ആ ബോണ്ട് എന്താൽപ്പി കുറയുന്നത് ഇവിടെ കാണാം. പിന്നെ പോളാർ ആയതുകൊണ്ട് അതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ആ ഡൈപോൾ മൊമെന്റ് വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ബോർഡ് എക്സാമിന് നിങ്ങൾ അതെല്ലാം കൂടെ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അത് ഞാൻ ടെക്സ്റ്റിലുള്ള കാര്യം ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ വലിയ ടൈം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് പോളാർ ആണെന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അത് മക്കളൊന്ന് മനസ്സിൽ വെക്കണം കേട്ടോ. നമ്മുടെ കാർബൺ ഹാലോജൻ ബോണ്ട് പോളാർ ആണ് എന്ന കാര്യം മറക്കാനുള്ള പോയിന്റ് അല്ല, അത് ഓർത്തു വെക്കാനുള്ള പോയിന്റ് തന്നെയാണ്. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി മക്കളെ നോക്ക്, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ. ഹാലോ ആൽക്കെയിനിന്റെയും ഹാലോ അറീനിന്റെയും പ്രിപ്പറേഷൻ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്, നിർബന്ധമായും മക്കളെ പഠിച്ചിരിക്കേണ്ട ഏരിയയാണ്. ഓക്കെ. നമ്മൾ മെയിനായിട്ട് ഹൈഡ്രോ കാർബണിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എവിടുന്നാടാ ഒന്നാമത്തെ പ്രിപ്പറേഷൻ വരുന്നത്? ഹൈഡ്രോ കാർബൺസിൽ നിന്ന്. ഹൈഡ്രോ കാർബൺസിൽ നിന്ന്. എടാ ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോഴേ അവിടെ നമ്മൾ ആൽക്കെയിനിൽ നിന്നുള്ള പ്രിപ്പറേഷൻ പറയുന്നുണ്ട്, അതേപോലെ ആൽക്കീനിൽ നിന്നുള്ള പ്രിപ്പറേഷൻ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എവിടുന്നാന്ന് അറിയോ മക്കളെ നിങ്ങൾക്ക്? അത് ആൽക്കഹോളിൽ നിന്നാണ്. ഓക്കെ. മൂന്നാമത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഹാലോ ആൽക്കെയിനിൽ നിന്ന് തന്നെയാണ്. അത് ഏത് മെത്തേഡാ? അയോൺ എക്സ്ചേഞ്ച് മെത്തേഡാണ്. ഏത് മെത്തേഡാണ്? അയോൺ എക്സ്ചേഞ്ച് മെത്തേഡാണ്. ഈ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമുക്ക് ഹാലോ ആൽക്കെയിനുള്ളത്. ആൽക്കെയിൻ എന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ആൽക്കീൻ എന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ആൽക്കഹോൾ എന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഹാലോ ആൽക്കെയിനിൽ നിന്ന് തന്നെ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡിലൂടെയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ പ്രിപ്പറേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റാ. ഇതിൽ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ഇമ്പോർട്ടൻ്റാ. എല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങൾ നല്ല കൂളായിട്ട് എഴുതിയെടുത്ത് അത് ആവർത്തിച്ചെഴുതി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തി പോയാൽ മതി. ഓക്കെ ആണല്ലോടാ? കൂടെ ഉണ്ടല്ലോ അല്ലേ? കൂടെ ഉണ്ടല്ലോ അല്ലേ? യെസ്. നോക്കടാ,
ആദ്യം തന്നെ ആൽക്കെയിനിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. ഒരു ആൽക്കെയിനിൽ നിന്ന് എങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കുക? ഒരു ആൽക്കെയിനിൽ നിന്ന് എങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കുക? സിമ്പിളാണ്. അതിന് നമ്മൾ ഹാലോജനേഷൻ നടത്തിയാൽ മതി. ഏത് നടത്തിയാൽ മതിയടാ? ഹാലോജനേഷൻ നടത്തിയാൽ മതി. എന്താ ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ? ലൈറ്റിൻ്റെയോ ഹീറ്റിൻ്റെയോ പ്രസൻസിൽ ഹാലോജൻ ആഡ് ചെയ്യുക. എടാ, അത് ഏത് മെത്തേഡാന്ന് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിസം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ഹൈഡ്രോ കാർബണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്. ഏത് മെക്കാനിസമാണ്? ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കടാ. ഒരു എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ എടുക്കുന്ന ആൽക്കെയിൻ എന്ന് പറയുന്നത് മീത്തെയിൻ ആണെന്ന് വിചാരിക്കുക. ഞാൻ എടുക്കുന്ന ആൽക്കെയിൻ ഏതാ? മീത്തെയിൻ ആണ്. ഞാൻ എടുക്കുന്ന ആൽക്കെയിൻ ഏതാടാ? മീത്തെയിൻ ആണ്. ആ മീത്തെയിനിലേക്ക് ഞാൻ ക്ലോറിൻ ആഡ് ചെയ്യുന്നു. എടാ, ക്ലോറിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിന് ക്ലോറിനേഷൻ എന്ന് വിളിച്ചൂടെ? വിളിക്കാം. ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറിനേഷനോ ബ്രോമിനേഷനോ അയഡിനേഷനോ ഒക്കെയാണ്. ഇവിടെ ക്ലോറിൻ ആഡ് ചെയ്യുന്നത് കൊണ്ട് അത് ക്ലോറിനേഷനാ. അത് ലൈറ്റിൻ്റെയോ ഹീറ്റിൻ്റെയോ പ്രസൻസിലാണ് ചെയ്യേണ്ടത്. ഞാൻ തൽക്കാലത്തിന് ഹീറ്റ് കൊടുക്കാം. എന്താ സംഭവിക്കുക എന്നറിയോ? ആ മെക്കാനിസം ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് എന്താ കിട്ടുക? സിമ്പിളാണ്. ഇവിടെയുള്ള ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ക്ലോറിൻ എഴുതിയാൽ മതി. അപ്പൊ CH4 എന്നതിന് പകരം CH3Cl+HCl. എങ്ങനെ HCl ഉണ്ടായത്? ഇവിടുന്ന് ഒരു H പോയില്ലേ, ഇവിടെ ഒരു ക്ലോറിൻ ബാക്കിയില്ലേ, അത് കമ്പൈൻ ചെയ്ത് HCl ഉണ്ടായി. മെക്കാനിസം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇയാളുടെ പേരെന്താ? ഒരു ക്ലോറിൻ ആണ്. അപ്പൊ ക്ലോറോമീത്തെയിൻ. എന്താടാ പേര്? ക്ലോറോമീത്തെയിൻ. ആ ക്ലോറോമീത്തെയിൻ നിങ്ങൾ എടുക്കുക. CH3Cl. ആ ക്ലോറോമീത്തെയിൻ നിങ്ങൾ എടുക്കുക. അതിലേക്ക് വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്യുക. അത് തന്നെ എന്തിന്റെ പ്രസൻസിൽ? ലൈറ്റിന്റെയോ ഹീറ്റിന്റെയോ പ്രസൻസിൽ. എന്താ സംഭവിക്കുക? വീണ്ടും ക്ലോറിനേഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഹൈഡ്രജനെ മാറ്റിയിട്ട് വീണ്ടും ക്ലോറിൻ വരും. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3. അത് 2 കുറയും. CH2. ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? 1. അത് 2 കൂടും. അപ്പൊ CH2Cl2 പ്ലസ് ഇവിടെ നിന്ന് പോയ ഹൈഡ്രജനും ഇവിടെ ബാക്കിയുള്ള ക്ലോറിനും കമ്പൈൻ ചെയ്ത് HCl ഉണ്ടാവും. Got it? ഇനി നോക്ക്, ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് ഡൈക്ലോറോമീത്തെയിൻ ആണ്. ഒരു പ്രശ്നവുമില്ല. ഡൈക്ലോറോമീത്തെയിൻ. എടാ, ആ ഡൈക്ലോറോമീത്തെയിൻ എടുക്കുക. CH2Cl2. അതിലേക്ക് നിങ്ങൾ ക്ലോറിൻ ആഡ് ചെയ്യുക. എന്തിന്റെ പ്രസൻസിൽ? ലൈറ്റിന്റെയോ ഹീറ്റിന്റെയോ പ്രസൻസിൽ. എന്താ സംഭവിക്കുക? വീണ്ടും ഹൈഡ്രജൻ കുറയും, ക്ലോറിൻ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് CHCl3 കിട്ടും. പ്ലസ് എന്താടാ? HCl. ഇയാളുടെ പേരെന്താ? സിമ്പിൾ അല്ലേ? ഇതിനെ നമുക്ക് ട്രൈക്ലോറോമീത്തെയിൻ എന്ന് വിളിക്കാം. ട്രൈക്ലോറോമീത്തെയിൻ. എടാ, ട്രൈക്ലോറോമീത്തെയിന് വേറെന്തെങ്കിലും പേരുണ്ടോ? ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അത് നമ്മുടെ ക്ലോറോഫോം ആണ്. ആരാടാ? ക്ലോറോഫോം ആണ്. ട്രൈക്ലോറോമീത്തെയിൻ എന്ന് പറഞ്ഞാൽ അത് ക്ലോറോഫോം ആണ്. ഇനി വേണമെങ്കിൽ ആ ക്ലോറോഫോം നമുക്ക് എടുക്കാം. CHCl3. വീണ്ടും ക്ലോറിനേഷൻ നടത്താം. ലൈറ്റിന്റെയോ ഹീറ്റിന്റെയോ പ്രസൻസിൽ. എന്താ സംഭവിക്കുക? ഒരു ഹൈഡ്രജൻ ബാക്കിയില്ലേ, അത് പോയിട്ട് ക്ലോറിൻ വരും. അപ്പൊ CCl4+HCl. ഇയാളുടെ പേരെന്താ? 4 ക്ലോറിൻ ഉണ്ട്. സോ ടെട്രാക്ലോറോമീത്തെയിൻ. ടെട്രാക്ലോറോമീത്തെയിൻ. Got it? അപ്പൊ മക്കളൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ മീത്തെയിൻ എന്ന് പറയുന്ന ആൽക്കെയിനിനെ ക്ലോറിനേഷൻ ആണല്ലോ നടത്തിയത്. അപ്പൊ എന്താടാ നിങ്ങൾക്ക് കിട്ടിയത്? മീത്തെയിൻ എന്ന് പറയുന്ന ആൽക്കെയിനിനെ ക്ലോറിനേഷൻ നടത്തിയപ്പോ എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? അവിടെ ഒരൊറ്റ പ്രൊഡക്റ്റ് അല്ല കിട്ടുക, മിക്സർ ഓഫ് പ്രൊഡക്ട്സ് ആ കിട്ടുക. അവിടെ ക്ലോറോമീത്തെയിൻ ഉണ്ടാവും, ഡൈക്ലോറോമീത്തെയിൻ ഉണ്ടാവും, ട്രൈക്ലോറോമീത്തെയിൻ ഉണ്ടാവും, ടെട്രാക്ലോറോമീത്തെയിൻ ഉണ്ടാവും. ഒരു കാര്യം അറിയോ നിങ്ങൾക്ക്? ഇതെല്ലാം എന്താണ്? ഹാലോ ആൽക്കെയിൻ ആണ്. നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ അല്ലേ പറയുന്നത്. ആൽക്കെയിനിൽ നിന്ന് എങ്ങനെ ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കാം? ഇതൊക്കെ ഹാലോ ആൽക്കെയിൻ ആണ്. ക്ലോറോമീത്തെയിൻ ആവട്ടെ, ഡൈക്ലോറോ ആവട്ടെ, ട്രൈക്ലോറോ ആവട്ടെ, ടെട്രാക്ലോറോ ആവട്ടെ, അതൊക്കെ ഹാലോ ആൽക്കെയിനുകളാണ് എന്ന് മക്കൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ആൽക്കെയിനിൽ നിന്ന് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കാൻ പറ്റും. ആൽക്കെയിനിൽ നിന്ന് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കാൻ പറ്റും. ഇവിടുന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോയിന്റ് ഞാൻ പറയട്ടെ. നോക്ക്, ഈ ഹാലോജനേഷൻ നടക്കുന്ന ഓർഡർ എന്താണെന്നറിയോ? ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെ മാറ്റി ഹാലോജൻ വരുന്ന പരിപാടിയാ.
ആ ഹാലോജൻ എങ്ങോട്ടേക്കാ വരിക? എടാ ഹാലോജനേഷൻ ഏത് കാർബൺ ആറ്റത്തിലാണ് നടക്കുക? ഹാലോജനേഷൻ നടക്കുന്നത് ടെർഷ്യറി കാർബൺ ആറ്റത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡറി കാർബൺ ആറ്റത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രൈമറി കാർബൺ ആറ്റത്തിലാണ്. ഹൈഡ്രജനെ മാറ്റി ഹാലോജൻ വരുന്നതാണല്ലോ ഹാലോജനേഷൻ. ഹാലോജൻ ഏത് കാർബണിലാണ് വരിക? ടെർഷ്യറി കാർബൺ ഉണ്ടെങ്കിൽ അതിലേക്കാ പോവുക, അതില്ലെങ്കിൽ സെക്കൻഡറിയിലേക്ക് പോവും, അതുമില്ലെങ്കിൽ ആ പ്രൈമറിയിലേക്ക് പോവുക. ഇത് വെച്ച് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാറുള്ളതെന്ന് അറിയോടാ? ഇത് നോട്ട് ചെയ്യണേ. ക്വസ്റ്റ്യൻ ഞാൻ പറയാം, നോക്കിക്കോ. നിങ്ങളോട് പറയാണ് CH3 സിംഗിൾ ബോണ്ട് CH3, അതിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യാണ്. ലൈറ്റിന്റെ പ്രസൻസിൽ HNU എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. ലൈറ്റിന്റെ പ്രസൻസിൽ ഈത്തൈനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്തു. എന്താ പ്രോഡക്റ്റ് എന്നാ ചോദ്യം? വെരി സിമ്പിൾ അല്ലടാ. നോക്ക് നിങ്ങള് ഈ കാർബൺ വേറെ ഒരു കാർബണുമായിട്ടേ ബോണ്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് പ്രൈമറി കാർബണാണ്. ഇതും വേറെ ഒരു കാർബണുമായിട്ടേ ബോണ്ട് ചെയ്തിട്ടുള്ളൂ ഇയാളുമായിട്ട്, അതുകൊണ്ട് ഇയാളും എന്താ? പ്രൈമറി കാർബൺ ആണ്. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ നിങ്ങൾക്ക് പ്രൈമറി മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഹൈഡ്രജനെ മാറ്റി ക്ലോറിൻ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടുന്ന് മാറ്റുകയാണ്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് CH3 CH2Cl പ്ലസ് HCl എന്ന് വേണമെങ്കിൽ ബൈ പ്രൊഡക്റ്റ് എഴുതാം. ഗോട്ട് ഇറ്റ്? എന്താണ് പ്രോഡക്റ്റിന്റെ പേര്? ഇത് ഈത്തൈൻ ആണ്, ഇത് ക്ലോറോ ഈത്തൈൻ ആണ്. അപ്പൊ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ ഐഡിയ ഉണ്ടാവണം. ഇനി നോക്ക്, മറ്റൊരു ക്വസ്റ്റ്യൻ തരാം നിങ്ങൾക്ക്. CH3 CH2 CH3 ഇതാരാ? പ്രൊപ്പൈൻ ആണ്. ഇതിലേക്ക് ഞാൻ ക്ലോറിൻ തന്നെ ആഡ് ചെയ്യുന്നു, അതും ലൈറ്റിന്റെ പ്രസൻസിൽ തന്നെ ആഡ് ചെയ്യുന്നു. എന്താടാ പ്രൊഡക്റ്റ്? ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ ഒഴിവാക്കി ക്ലോറിൻ ആഡ് ചെയ്തില്ലേ? അതേപോലെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആലോചിക്കണം, ഈ പോയിന്റ് ആലോചിക്കണം. എന്താ പോയിന്റ്? ഈ കാർബൺ ഒരു കാർബണുമായിട്ടേ ബോണ്ട് ചെയ്തിട്ടുള്ളൂ, സോ പ്രൈമറി. പക്ഷെ ഈ കാർബൺ അങ്ങനെയാണോടാ? അല്ല, ഇത് രണ്ട് കാർബണുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്, സോ സെക്കൻഡറി ആണ്. ഇയാൾ ഒരു കാർബണുമായിട്ടേ ബോണ്ട് ചെയ്തിട്ടുള്ളൂ, പ്രൈമറിയാ. അപ്പൊ ഈ അവസാനത്ത് നിന്ന് ഹൈഡ്രജനെ മാറ്റി ക്ലോറിൻ ആഡ് ചെയ്താൽ മതിയോ? പോരാ, ഇവിടെ നിന്ന് ഹൈഡ്രജനെ മാറ്റി ക്ലോറിൻ ആഡ് ചെയ്യേണ്ടത്. സോ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താടാ? CH3 CHCl CH3 ആണ് പ്ലസ് HCl. ഇയാളെ പേരെന്താ? ഇയാളെ പേര് 2-chloro പ്രൊപ്പൈൻ ആണ്. ഗോട്ട് ഇറ്റ്? എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്ന് മനസ്സിലായോടാ? റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഈ ഐഡിയ അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ള പോയിന്റാണ് മക്കളെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഗോട്ട് ഇറ്റ്? ഐഡിയ ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? യെസ്. ഇനി നമ്മൾ പോകുന്നത് ആൽക്കീനിൽ നിന്ന് എങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കുക എന്നുള്ളതിലേക്കാണ്. ആൽക്കെയിൻ എന്ന് പഠിച്ചു. ആൽക്കീനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 മെത്തേഡ്? അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് HX ആണ്. അഡീഷൻ ഓഫ് എന്താണ്? HX ആഡ് ചെയ്തിട്ട്, എക്സ് എന്ന് പറഞ്ഞാൽ ഹാലോജൻ ആണ്, HX ആഡ് ചെയ്തിട്ട് നമുക്ക് ആൽക്കീനിൽ നിന്ന് ഹാലോ ആൽക്കീൻ ഉണ്ടാക്കാം. എടാ, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാട്ടോ ഞാൻ പറയുന്നത്. നോക്ക്, ഞാനൊരു അൺസിമെട്രിക്കൽ ആൽക്കീൻ എടുക്കാം. സിമെട്രിക്കൽ ആണെങ്കിൽ അവിടെ കാര്യമായിട്ടൊന്നും ആലോചിക്കാനില്ല, പക്ഷെ അൺസിമെട്രിക്കൽ ആണെങ്കിൽ ഒരു കാര്യം ആലോചിക്കാനുണ്ട്. അത് പറയാൻ വേണ്ടി ഞാനൊരു അൺസിമെട്രിക്കൽ ആൽക്കീൻ എടുക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇത് അൺസിമെട്രിക്കൽ ആൽക്കീനാ. കാരണം എന്താ? ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലും സെയിം ഗ്രൂപ്പ് ആണോ? അല്ല. അതുകൊണ്ട് ഇത് അൺസിമെട്രിക്കലാ. ഇയാളുടെ പേരെന്താ? ഇയാളുടെ പേര് പ്രൊപ്പീൻ എന്നാണ് എന്ന് നമുക്കറിയാം. ഇയാളുടെ പേരെന്താടാ? പ്രൊപ്പീൻ ആണ്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് എന്താടാ? HX അല്ലേ? HCl ആണ് എന്ന് വിചാരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HX ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു റൂൾ ഉണ്ട്. ആ റൂള് മക്കൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേതാ? അത് മാർക്കോണിക്കോസ് അഡിഷൻ റൂളാണ്. ഏത് റൂളാ മക്കളെ? മാർക്കോണിക്കോസ് അഡിഷൻ റൂള്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂളിന്റെ പേര് മാർക്കോണിക്കോസ്.
മാർക്കോണിക്കോസ് അഡിഷൻ റൂള്. മക്കള് മറന്നുപോയിട്ടില്ലല്ലോ, മാർക്കോണിക്കോസ് അഡിഷൻ റൂള് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്, ഒരിക്കലും മറന്നു പോകരുത് നിങ്ങൾ. എന്താ മാർക്കോണി പറയുന്നത്? ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HX ആഡ് ചെയ്യുമ്പോൾ H+ ഏത് കാർബണിലേക്കാ പോവുക? ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കാ പോവുക. നോക്ക്, അപ്പൊ ഇവിടെ 3 എണ്ണം ഇല്ലേ, ഇങ്ങോട്ടാണോ? അല്ല, ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലുമുള്ള കാർബൺ നോക്ക്, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. എങ്ങോട്ടാ പോവുക? H+ പോവുക ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക്. അപ്പൊ Cl- ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക്. അതാ മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ പറയുന്നത്. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HX ആഡ് ചെയ്യുമ്പോൾ H+ പോകുന്നത് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കാണ്, X- പോകുന്നത് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കാ. അപ്പൊ അവിടെ കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് ഏതാടാ? CH3 വ്യത്യാസം ഉണ്ടോ? വ്യത്യാസം ഇല്ല. സിംഗിൾ ബോണ്ട് CH ആരാ വന്നത്? ക്ലോറിൻ വന്നു. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി, അങ്ങോട്ടേക്ക് H വന്നാൽ CH2 CH3. ഓക്കെ, എടാ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇല്ലേ? H+ കുറവുള്ളിടത്തേക്കും Cl- കൂടുതലുള്ളിടത്തേക്കും പോകുന്ന പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഇതിന്റെ കൂടെ ആ പ്രൊഡക്റ്റും കൂടെ ഉണ്ടാവും. ഇതിപ്പോ എന്താ? ഇയാളെ പേരെന്താ? ഇയാളെ പേര് 2-ക്ലോറോപ്രൊപ്പൈൻ ആണ്. 2-ക്ലോറോപ്രൊപ്പൈൻ. ഇതിന്റെ കൂടെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രൊഡക്റ്റ് 1-ക്ലോറോപ്രൊപ്പൈൻ ഉണ്ടാവും, പക്ഷെ അത് വളരെ വളരെ മൈനർ ആയിരിക്കും. എടാ, ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രോഡക്റ്റുകൾ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക മേജർ പ്രോഡക്റ്റിനെയാണ്. അതുകൊണ്ടാണ് ഇത് മാത്രം ഞാൻ എഴുതിയത്. പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രൊഡക്റ്റ് 1-ക്ലോറോപ്രൊപ്പൈൻ അവിടെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് മൈനർ ആണ് എന്ന് മക്കൾ മനസ്സിലാക്കുക. ഇതാണ് അവിടെയുള്ള ഏത് പ്രൊഡക്റ്റ്? മേജർ പ്രോഡക്റ്റ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HX ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂള് മാർക്കോണിക്കോസ് അഡിഷൻ റൂള്. അത് പ്രകാരം എങ്ങനെയാ പ്രൊഡക്റ്റ് ചെയ്താന്ന് മനസ്സിലായല്ലോ? യെസ്. ഇനി മക്കളെ നോക്ക്, മറ്റൊരു ക്വസ്റ്റ്യൻ. എന്താ? ഇതേ ആൽക്കീൻ തന്നെ എടുക്കുക, CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിന്റെ പേര് പ്രൊപ്പീൻ ആണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ എന്താ ആഡ് ചെയ്യുന്നത്? HBr. അത് വെറുതെ ആഡ് ചെയ്യാണോ? അല്ല, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് ആഡ് ചെയ്യുന്നത്. HBr ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂള് മാർക്കോണിക്കോസ് അഡിഷൻ റൂളാണോ? അല്ല, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റൂളാണ്. അതിനെയാണ് ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ എന്ന് പറയുന്നത്. ഏത് റൂളാണ്? ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂള്. എന്താ ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂള്? അത് മാർക്കോണിയുടെ നേരെ ഓപ്പോസിറ്റാ. H+ പോകുന്നത് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കല്ല, മറിച്ച് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കാ. X- ഇവിടെ അത് Br- ആണ്, അത് പോകുന്നത് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കല്ല, മറിച്ച് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കാണ്. അപ്പൊ നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്താടാ? മേജർ പ്രോഡക്റ്റ് എന്താ? CH3 വ്യത്യാസം ഉണ്ടോ? ഇല്ല. അങ്ങനെ തന്നെ ഈ CH ആരാ വന്നത്? H. അപ്പൊ CH2 ഡബിൾ സിംഗിൾ ആയി. CH2 Br വന്നാൽ CH2Br. ഇതാണ് മേജർ പ്രോഡക്റ്റ്. എന്താ ഇത്? 1-ബ്രോമോപ്രൊപ്പൈൻ ആണ് മേജർ പ്രൊഡക്റ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? 2-ബ്രോമോപ്രൊപ്പൈൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു സംശയം വേണ്ട, 2-ബ്രോമോപ്രൊപ്പൈൻ മക്കളെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? അത് ലെസ്സർ എമൗണ്ടാ, അത് മൈനർ ആണ്. മേജർ 1-ബ്രോമോപ്രൊപ്പൈനാ. അപ്പൊ മക്കളെ ഒരു ചോദ്യം ഉണ്ട്. എന്താ? എപ്പോഴാണ് നമ്മൾ മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ അപ്ലൈ ചെയ്യുക? അത് HCl ആഡ് ചെയ്യുമ്പോഴാണോ? HI ആഡ് ചെയ്യുമ്പോഴാണോ? HF ആഡ് ചെയ്യുമ്പോഴാണോ? അല്ല. നിങ്ങൾക്ക് ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന HX അത് HBr തന്നെ ആവണം. അതിലൊരു കോംപ്രമൈസും ഇല്ല. അത് HBr തന്നെ ആയേ പറ്റൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ആഡ് ചെയ്യുന്നത് HBr തന്നെ ആവണം. അത് തന്നെ ആഡ് ചെയ്താലും പോരാ, അതൊരു പെറോക്സൈഡിന്റെ പ്രസൻസിലുമാണ്. പെറോക്സൈഡ് ഏത് വേണമെങ്കിലും ആവാം, പക്ഷെ HBr അവിടെ വേണം. HBr ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോഴാണ് ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂള്. ഇപ്പൊ HCl പെറോക്സൈഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്താൽ ആന്റി മാർക്കോണി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. HBr തന്നെ പെറോക്സൈഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യണം. HBr ആഡ് ചെയ്തു, പെറോക്സൈഡ് ഇല്ല,
ആന്റി മാർക്കോണി നടക്കുമോ? നടക്കില്ല. ഇത് രണ്ടും ഒരുമിച്ച് വന്നാലേ ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ പ്രകാരം റിയാക്ഷൻ നടക്കൂ എന്നുള്ള കാര്യം മക്കളെ നിങ്ങൾ മറന്നു കളയരുത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം മക്കളെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, പെറോക്സൈഡ് ഇല്ലെങ്കിൽ ഈ റിയാക്ഷൻ നടക്കില്ല എന്ന് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയല്ലോ. പെറോക്സൈഡ് ഇല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനെ നമ്മൾ പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ് എന്ന് പറയാറുണ്ട്. എന്താണ് പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ്? എടാ, നിങ്ങളോട് പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ പ്രകാരമുള്ള ഈ റിയാക്ഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇതിനെയാണ് പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ് എന്ന് പറയുക എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ ആണോടാ? അപ്പൊ നമ്മൾ ആൽക്കീനിൽ നിന്ന് ഹാലോ ആൽക്കീൻ ഉണ്ടാക്കിയത് മനസ്സിലായോ? അൺസിമെട്രിക്കൽ ആൽക്കീനിൽ നിന്ന് ഹാലോ ആൽക്കീൻ ഉണ്ടാക്കുന്ന സമയത്ത് മാർക്കോണിക്കോസ് അഡിഷൻ റൂളും മാർക്കോണിക്കോസ് അഡിഷൻ റൂളും അതേപോലെ ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂളും മറന്നു പോവരുത്. അത് അപ്ലൈ ചെയ്യാൻ മക്കളെ നിങ്ങൾ വിട്ടുപോകരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ക്ലിയർ ആയോടാ? മാർക്കോണിയും ആന്റി മാർക്കോണിയും എപ്പോഴാണ് അപ്ലൈ ചെയ്യാന്ന് മനസ്സിലായോ? എന്താ സംഭവം എന്ന് മനസ്സിലായോ? മാർക്കോണി പഠിച്ചാൽ മതി. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ. ഗോട്ട് ഇറ്റ്? നോക്കടാ, ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ ക്യാൻ പ്രൊപ്പീൻ ബി കൺവേർട്ടഡ് ഇൻ ടു 2-bromopropane? പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ CH3CH ഡബിൾ ബോണ്ട് CH2 ആണ്. 1 ബ്രോമോ അല്ല, 2 ബ്രോമോ വേണമെങ്കിൽ ജസ്റ്റ് HBr ആഡ് ചെയ്താൽ പോരെ. പെറോക്സൈഡ് വേണോ? വേണ്ട. അപ്പൊ H+ ഗ്രേറ്റർ ഹൈഡ്രജനുള്ള കാർബണിലേക്ക്, Br- ലെസ്സർ ഹൈഡ്രജനുള്ള കാർബണിലേക്ക്. സോ മേജർ പ്രൊഡക്റ്റ് എന്താ? CH3 CHBr CH3. ഇതെന്താ? 2-bromopropane ആണ്. 2-bromopropane. ജസ്റ്റ് മാർക്കോണിക്കോസ് അഡിഷൻ റൂള് പ്രകാരം ചെയ്താൽ മതി. പെറോക്സൈഡ് വേണോടാ? വേണ്ട. പെറോക്സൈഡ് ഉണ്ടെങ്കിൽ ആന്റി മാർക്കോണിയാ നടക്കുക. 1-bromopropane ഉണ്ടാവും. അവിടെ ചോദിച്ചത് 2-bromopropane ആണ്. ഗോട്ട് ഇറ്റ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത്, അതിന്റെ മുന്നൊരു കാര്യം കൂടെ പറയട്ടെ. ആൽക്കീനിൽ നിന്ന് ഹാലോ ആൽക്കീൻ ഉണ്ടാക്കാൻ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് രണ്ടാമത്തെ മെത്തേഡ്? അഡീഷൻ ഓഫ് എന്താടാ? ഹാലോജൻ ആണ്. അഡീഷൻ ഓഫ് എന്താണ്? ഹാലോജൻ. നേരത്തെ നമ്മൾ HX അല്ലേ ആഡ് ചെയ്തത്? എന്നാൽ ഹാലോജനും ആഡ് ചെയ്യാം. എങ്ങനെയാ? ഫോർ എക്സാമ്പിൾ, ഒരു സിമെട്രിക്കൽ ആവട്ടെ, അൺസിമെട്രിക്കൽ ആൽക്കീൻ ആവട്ടെ. ഇയാളുടെ പേരെന്താ? 2 കാർബൺ ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? സിമ്പിൾ ആയിട്ട് പേര് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ക്ലോറിൻ ആഡ് ചെയ്തു. ഓക്കെ, അത് കാർബൺ ടെട്രാ ക്ലോറൈഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുന്നത്. എന്താ സംഭവിക്കുക? ഇവിടെ ഒരു റൂളും അപ്ലൈ ചെയ്യണ്ട, രണ്ടും ഒരേ ആളല്ലേ. അപ്പോൾ ഒരു ക്ലോറിനെ ഒരു ആറ്റത്തിന് കൊടുക്കുക, അടുത്തതിന് അടുത്ത ആൾക്ക് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലുള്ള കാർബൺ ആറ്റത്തിൽ ഓരോ ഹാലജന് വെച്ച് കൊടുക്കുക. അപ്പോൾ CH2, ഇവിടെ ഒരു ക്ലോറിൻ വന്നു, ഡബിൾ സിംഗിളായി CH2 ക്ലോറിൻ. ഓക്കെ, ഇത് അഡ്ജസന്റ് കാർബൺ ആറ്റത്തിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അതിനെ വിസിനൽ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതൊരു വിസിനൽ ഡൈക്ലോറൈഡ് ആകട്ടോ. ഇതൊരു ഇതൊരു ഹാലോ ആൽക്കൈൻ തന്നെയാ. UPSC നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ലും 2-ലും ക്ലോറിൻ ഉണ്ട്. സോ 1,2 ഡൈക്ലോറോ, 1,2 ഡൈക്ലോറോ ഈത്തൈൻ. 1,2 ഡൈക്ലോറോ ഈത്തൈൻ. എന്താണ്? 1,2 ഡൈക്ലോറോ ഈത്തൈൻ. ഇങ്ങനെ ഇതും ഒരു ഹാലോ ആൽക്കൈനാ. ഇങ്ങനെ ഹാലോജൻ ആഡ് ചെയ്തിട്ട് നമുക്ക് ഹാലോ ആൽക്കൈൻ ഉണ്ടാക്കാം. ഇവിടെ മാർക്കോണിയും ആന്റി മാർക്കോണിയും ഒന്നുമില്ല. കാരണം എന്താ? രണ്ടും ഒരേ ഹാലോജൻ ആണ്. സിമെട്രിക്കൽ ആണെങ്കിലും അൺസിമെട്രിക്കൽ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലുള്ള കാർബൺ ആറ്റത്തിലേക്ക് ഹാലോജൻ അങ്ങ് ആഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. എന്തോ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാനുള്ള കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ടുള്ള 1-2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇനി എന്താ? ആൽക്കൈന് പ്രിപ്പയർ ചെയ്തു. ഇനിയുള്ളത് ആൽക്കഹോളിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ആടാ. ആൽക്കഹോളിൽ നിന്ന് ഹാലോ ആൽക്കൈൻ ഉണ്ടാക്കാൻ ഒരു 6-7 മെത്തേഡുകൾ പറയാറുണ്ട്. എന്നാൽ മക്കളെ, ബോർഡ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 4 പ്രിപ്പറേഷനാണ്. ആൽക്കഹോളിൽ നിന്നുള്ള 4 പ്രിപ്പറേഷൻ ഏതൊക്കെയാ? അത് നോക്കിക്കോ മക്കളെ നിങ്ങൾ. അതിൽ ആദ്യത്തത് മക്കളെ ശ്രദ്ധിക്കണേ, യൂസിങ് HX ആണ് ആദ്യത്തത്. രണ്ടാമത്തത് യൂസിങ് എന്താണ്? PCl5 ആണ്.
ഇനി മക്കളെ മൂന്നാമത്തെ എന്താ? യൂസിങ് PCl3 ആണ്. യൂസിങ് PCl3. നാലാമത്തെ എന്താടാ? യൂസിങ്, ശ്രദ്ധിക്കണേടാ, യൂസിങ് SOCl2. SOCl2 ശ്രദ്ധിക്കണത്. SOCl2നെ നമ്മൾ തയോണൈൽ ക്ലോറൈഡ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? തയോണൈൽ ക്ലോറൈഡ്. എന്ത് ക്ലോറൈഡാണ്? തയോണൈൽ ക്ലോറൈഡ്. ഇമ്പോർട്ടൻ്റ് ആകട്ടോ. ഇനി നോക്ക്, ആൽക്കഹോൾ എന്നല്ലേ ഇതൊക്കെ ഉപയോഗിച്ച് ഹാലോ ആൽക്കീൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു കോമൺ ആയിട്ട് ഒരു ആൽക്കഹോൾ എടുക്കാം. ഏതാ? നമുക്ക് എത്തനോൾ അങ്ങ് എടുക്കാം. ഇതെന്താ? CH3CH2OH. ആരാടാ ഇത്? എത്തനോൾ. ഇതാരാ? ഇവിടെയും ഞാൻ എത്തനോൾ എടുക്കുക. ഒരേ പാറ്റേൺ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. മക്കൾ നോട്ട് ചെയ്തോ, എൻ്റെ കൂടെ എഴുതിക്കോ. എന്താ? CH3CH2OH. എല്ലാത്തിലും ഒരേ സംഭവം, CH3CH2OH. ഇത് 4 എത്തനോളാ. ഇനി മക്കളെ ഇവിടെ നിങ്ങൾ HXL ചെയ്യേണ്ടത്. ഞാനിവിടെ HCl എടുത്തു എന്ന് വിചാരിക്കും. HCl എടുത്തു. ഓക്കെ, നോർമലി നമ്മൾ HX ആഡ് ചെയ്യുമ്പോൾ ഒരു അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ഉപയോഗിക്കാറുണ്ട്. അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ് ചെയ്യുക. ഓക്കെ, ഇനി PCl5 നിങ്ങളൊന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് PCl5 അങ്ങ് ആഡ് ചെയ്താൽ മതി, അത്രേ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ മക്കളെ PCl3 ആഡ് ചെയ്യുമ്പോഴേ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. അത് 3:1 പ്രപ്പോർഷനിലാണ് ചെയ്യുക. ഇവിടെ ഒരു എത്തനോളും ഒരു HCl അല്ലേ, അത് 1:1 പ്രപ്പോർഷനാ. ഇവിടെ ഒരു എത്തനോളും ഒരു PCl5 അല്ലേ, 1:1 പ്രപ്പോർഷനാ. എന്നാൽ ഇത് 3:1 ആന്ന് പറഞ്ഞാൽ എന്താ? 3 എത്തനോളും ഒരു PCl3 എടുക്കണം എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊന്നും അതില്ല. ജസ്റ്റ് എത്തനോൾ എടുക്കുക, SOCl2 ആഡ് ചെയ്യുക. ഗോട്ട് ഇറ്റ് മക്കളെ? എന്താ സംഭവിക്കുക എന്നറിയോ? ഒരു സിമ്പിൾ പരിപാടിയാണ് സംഭവിക്കുക. ഈ 4 എണ്ണത്തിലും ഒരേ സംഭവം സംഭവിക്കുക. എന്താ? ഈ കാർബണിൻ്റെയും OH-ൻ്റെ ഇടയിലുള്ള ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. ഒരേ പാറ്റേണാ. എന്നിട്ടോ ഇവിടെ ഒരു ക്ലോറിൻ ഇല്ലേ, അത് ഈ കാർബണിലേക്ക് വരും. ഇവിടെ 5 ക്ലോറിൻ ഇല്ലേ, അതിലൊരു ക്ലോറിൻ ഈ കാർബണിലേക്ക് വരും. ഇവിടെയുള്ള ക്ലോറിൻ ഈ കാർബണിലേക്ക് വരും. ഇവിടെ 2 ക്ലോറിൻ ഇല്ലടാ, ഒരു ക്ലോറിൻ ഈ കാർബണിലേക്ക് വരും. അപ്പോൾ 4 എണ്ണത്തിലും ഒരേ പാറ്റേണിലാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഒരേ പ്രൊഡക്റ്റാണ് ഉണ്ടാവുന്നത്. ഏതാ? ഇവിടെയുള്ള OH അങ്ങ് പോയിട്ട് ക്ലോറിൻ വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് പറഞ്ഞോടാ. നോക്ക്, CH3CH2 ആരാ വന്നത്? ക്ലോറിൻ വന്നു. ഓക്കെ, ഇവിടെയോ OH പോയി, ഒരു ക്ലോറിൻ വന്നു. CH3CH2Cl. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? 3 എത്തനോൾ ഇല്ലേ, അപ്പൊ 3 ഹാലോ ആൽക്കീൻ ഉണ്ടാവും. 3 CH3CH2Cl ഉണ്ടാവും. ഇനി മക്കളെ ഇവിടെ എന്താ? ഇവിടെയും സെയിം സംഭവം തന്നെ, CH3CH2Cl. അപ്പൊ നിങ്ങൾ നോക്ക്, 4 എണ്ണത്തിലും എടുത്തത് എത്തനോള്, 4 എണ്ണത്തിലും സംഭവിച്ചത് OH-ന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തു പോവാ. 4 എണ്ണത്തിലും ഒരേ പ്രൊഡക്റ്റ്. ഏതാടാ പ്രൊഡക്റ്റ്? ഇതെന്താ? 4 എണ്ണത്തിലും എടുത്ത ആൽക്കഹോൾ എത്തനോളാണ്. 4 എണ്ണത്തിലും കിട്ടിയ ഹാലോ ആൽക്കൈന് ക്ലോറോ ഈത്തൈനാണ്. ഗോട്ട് ഇറ്റ്? എത്ര സിമ്പിളാ നോക്കടാ. ഒരേ പാറ്റേണിലല്ലേ റിയാക്ഷൻ നടക്കുന്നത് ആണ്. ഇനി ബൈ പ്രൊഡക്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. എന്നാലും വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. ഇവിടെയുള്ള OH-ഉം ഇവിടെയുള്ള H-ഉം കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ വാട്ടറാണ് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഇനി ഇവിടെ എന്താ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവുക? ഇവിടെയുള്ള H-ഉം ഇവിടെയുള്ള ഒരു ക്ലോറിനും കമ്പൈൻ ചെയ്ത് HCl ഉണ്ടാവും. ബാക്കി ഫോസ്ഫറസും ഒരു ഓക്സിജനും 3 ക്ലോറിനും കമ്പൈൻ ചെയ്ത് POCl3 ഉണ്ടാവും. അതൊന്നും എഴുതണം നിർബന്ധമില്ല. ഫോസ്ഫോറൈൽ ക്ലോറൈഡ്, POCl3 എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് പരിചയം ഉണ്ടാവില്ല. ഫോസ്ഫോറൈൽ ക്ലോറൈഡ് ആണ്. ഇനി മക്കളെ ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്താ? H3PO3 ആണ്. ഫോസ്ഫോറസ് ആസിഡ് ആണ് H3PO3. ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്താ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാ. 1 HCl ഗ്യാസ് ആണ്, 2 SO2 ഗ്യാസാണ്. മക്കളെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ ആൽക്കഹോൾ, ഈ 4 പ്രിപ്പറേഷൻ മാത്രമല്ല കേട്ടോ, ഇനിയും പ്രിപ്പറേഷൻ ഉണ്ട്. ഞാൻ ബോർഡ് എക്സാമിന് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രമേ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഈ 4 പ്രിപ്പറേഷൻ പഠിച്ചിരിക്കണം. ഈ 4 പ്രിപ്പറേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ 4
പ്രിപ്പറേഷനിൽ ഏത് മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്? ഇത് 4 ആൽക്കഹോൾ എന്നുള്ള മെത്തേഡാണ്. അതിലേത് മെത്തേഡാ ബെസ്റ്റ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം മക്കളെ നിങ്ങൾ ആലോചിക്കരുത്, ഉറക്കെ വിളിച്ചു പറയണം, അത് യൂസിങ് തയോണൈൽ ക്ലോറൈഡ് ആണ് എന്ന്. ഏതാണ് അത്? യൂസിങ് തയോണൈൽ ക്ലോറൈഡ്. ഇതാണ് ബെസ്റ്റ് മെത്തേഡ്, ഇതാണ് ബെസ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡ്, ഇതാണ് ഏറ്റവും പ്രിഫറബിൾ മെത്തേഡ്. കാരണം എന്താ? ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് HCl ഗ്യാസ് ആണ്, SO2 ഗ്യാസ് ആണ്. അത് രണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻ കിട്ടും, നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻ കിട്ടും. അത് കിട്ടുന്നത് കൊണ്ടാണ് അത് ബെസ്റ്റ് മെത്തേഡായിട്ട് നമ്മൾ പറയുന്നത്. മക്കളെ ഇത് മറന്നു കളയരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ബെസ്റ്റ് മെത്തേഡ് ആയത്? വെരി സിമ്പിൾ. ഇവിടെ ബൈ പ്രൊഡക്റ്റ് HCl SO2 ഗ്യാസ് ആണ്. അത് അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ഹാലോ ആൽക്കെയിൻ കിട്ടുന്നത് കൊണ്ടാണ്. ബാക്കിയുള്ളതൊന്നും അങ്ങനെ പ്യുവർ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത് ബെസ്റ്റ് മെത്തേഡ്. ക്ലിയർ ആണോടാ? അപ്പോൾ ആൽക്കഹോൾ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 മെത്തേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണോടാ? എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടോ? യെസ്. ഇനി നോക്ക്, അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡാണ്. അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്. എക്സാമിന് ചോദിക്കുന്നതാണ്, സിമ്പിളാണ്. ഇവിടെ 2 ഉണ്ട്. ഹാലോ ആൽക്കെയിന് തന്നെ ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കുകയാണ്. ഏത് മെത്തേഡ് വഴി? അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് വഴി. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആണ്, 2 സ്വാർട്സ് റിയാക്ഷൻ ആണ്. ഒന്ന് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആണ്, 2 സ്വാർട്സ് റിയാക്ഷൻ ആണ്. എന്താടാ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ? മക്കളെ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താ ഫിംഗൽസ്റ്റീൻ എന്ന് അറിയോ? ഒരു ഹാലോ ആൽക്കെയിൻ എടുക്കുക. ആ ഹാലോ ആൽക്കെയിനിൽ നിങ്ങളൊരു ഹാലജൻ കാണുന്നില്ലേ? ആ ഹാലജൻ ഉണ്ടല്ലോ, അതൊന്നെങ്കിൽ ക്ലോറിൻ ആണ്, അല്ലെങ്കിൽ ആരാണ്? ബ്രോമിൻ ആണ്. അതിനെ നിങ്ങൾ സോഡിയം അയോഡൈഡുമായിട്ട് അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യണം. എന്താ? ഒന്നെങ്കിൽ ക്ലോറോ ആൽക്കെയിന് അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിന്. അതിനെ സോഡിയം അയോഡൈഡുമായിട്ട് അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കുക എന്നറിയോ? അയോണുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. എന്താ? ഇവിടെയുള്ള X- അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള I- ഇങ്ങോട്ട് വരും. അപ്പം എന്താ ഉണ്ടാവുക? അയോഡോ ആൽക്കെയിൻ ഉണ്ടാവും. ഈ പ്രോസസ്സിനെയാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ സോഡിയം അയോഡൈഡുമായിട്ട് അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അയോഡോ ആൽക്കെയിൻ കിട്ടുന്ന പ്രോസസ്സാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. എടാ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. എന്താ? ഞാൻ എടുത്തിരിക്കുന്നത് CH3Br ആണ്. ആ CH3Brനെ സോഡിയം അയോഡൈഡുമായിട്ട് അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്താൽ ഇവിടെയുള്ള Br- അങ്ങോട്ട് പോവും, അവിടെയുള്ള I- ഇങ്ങോട്ട് വരും. അതാണ് അയോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ CH3ൻ്റെ കൂടെ I ആണ് വരിക, അതേപോലെ സോഡിയത്തിൻ്റെ കൂടെ Br വരിക. ഓക്കെ. അപ്പം നമ്മുടെ ബ്രോമോ മീത്തൈന് അയോഡോ മീത്തൈനായി മാറി. എങ്ങനെ? വെൻ ട്രീറ്റഡ് വിത്ത് സോഡിയം അയോഡൈഡ് ഇൻ അസറ്റോൺ മീഡിയം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. മക്കളെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ അറിയാത്ത ഒരാളും ഉണ്ടാവരുത്, കാരണം ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എക്സാമിന് ചോദിക്കുന്നതാണ്, പഠിച്ചു തന്നെ പോവേണ്ടതാണ്. ഇനി മക്കളെ സ്വാർട്സ് റിയാക്ഷൻ എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താ ചെയ്തത്? ഒരു ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനല്ലേ മുകളിലെടുത്തത്? അതേപോലെ ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിൻ എടുക്കണം. അതിനെ സിൽവർ ഫ്ലൂറൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലൂറോ ആൽക്കെയിൻ കിട്ടുന്ന പരിപാടിയാ. എടാ എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. CH3Cl. ഓക്കെ. ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിൻ അല്ലേ? ഞാൻ ക്ലോറോ മീത്തേൻ എടുത്തു. അതിന് സിൽവർ ഫ്ലൂറൈഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അസറ്റോൺ മീഡിയം വേണോ? വേണ്ട. അപ്പം എന്താ സംഭവിക്കുക? Cl- അങ്ങോട്ട് പോവും, F- ഇങ്ങോട്ട് വരും. അപ്പം എന്താ നമുക്ക് കിട്ടുക? CH3F+ AgCl. അതായത് ക്ലോറോമീത്തൈൻ ഫ്ലൂറോമീത്തൈനായി മാറി. എപ്പോ? സിൽവർ ഫ്ലൂറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ. അസറ്റോൺ ആവശ്യമുണ്ടോ? ഇല്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്വാർട്സ് റിയാക്ഷൻ. മക്കളെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആവട്ടെ സ്വാർട്സ് റിയാക്ഷൻ ആവട്ടെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും എക്സാമിന് നമുക്ക് ആവശ്യമുള്ളതാ. എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. മറന്നു കളയരുത് മക്കള്. എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഗോട്ട് ഇറ്റ്?
അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ നമ്മൾ മനസ്സിലാക്കി, സ്വാഡ്സ് റിയാക്ഷൻ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, സോഡിയം അയോഡൈഡുമായിട്ട് അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അയോഡോ ആൽക്കെയിൻ കിട്ടുന്നത് ഫിംഗൽസ്റ്റീൻ ആണെങ്കിൽ, സിൽവർ ഫ്ലൂറൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഫ്ലൂറോ ആൽക്കെയിൻ കിട്ടുന്നത് എന്താണ്? സ്വാഡ്സ് റിയാക്ഷനാണ്. രണ്ട് സ്ഥലത്തും നമ്മൾ ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെയാണ് എടുക്കേണ്ടത്. ഇത്രയുമാണ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്തു, ആൽക്കീനിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു, ആൽക്കഹോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു, അയോൺ എക്സ്ചേഞ്ച് വഴി ഫിംഗൽസ്റ്റീനും സ്വാഡ്സും നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. ഇനി ഹാലോ അറീനിൻ്റെ പ്രിപ്പറേഷൻ അറിയണ്ടേ? രണ്ട് പ്രിപ്പറേഷൻ ഉണ്ട്. ആരുടെ പ്രിപ്പറേഷൻ ആടാ? അതിന് മുന്നേ ഒരു എത്തനോൾ ഉണ്ട്. എത്തനോളിൽ PCl3യുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? PCl3 ആവട്ടെ, PCl5 ആവട്ടെ, SOCl2 ആവട്ടെ, HX ആവട്ടെ, എന്താ ഈ ബോണ്ട് ബ്രേക്ക് ആവും, ക്ലോറിൻ അങ്ങോട്ട് വരും. സോ CH3 CH2 Cl വേണമെങ്കിൽ 3 കൊടുക്കാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ക്ലോറോ ഈത്തേനാണ് ഉണ്ടാവുക. ഇനി നോക്കടാ, ഇതൊരു ആൽക്കീനാണ്, അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HI ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? H+ ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കും I- ലെസർ ലോടത്തേക്കും പോയി കഴിഞ്ഞാൽ ദ പ്രോഡക്റ്റ് CH3 CHI CH3 2-iodopropane ആണ്. 2-iodopropane is the major product. ഇനി write the suitable method to convert. എടാ, ബ്രോമോ ഈത്തേൻ ഉണ്ട്, അതിനെ അയോഡോ ഈത്തേനാക്കി മാറ്റുക. ബ്രോമോ ഈത്തേന് അയോഡോ ഈത്തേനാക്കി മാറ്റാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ ആണ്. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ ആണ് ബ്രോമോനെ അയോഡോ ആക്കി മാറ്റാം. എന്ത് ചെയ്താൽ മതി? സോഡിയം അയോഡൈഡുമായിട്ട് അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്താൽ മതി. സിമ്പിളാണ്. ഇനി മക്കളെ, ഹാലോ അറീൻ. ഹാലോ അറീൻ്റെ ഒന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫ്രം ബെൻസീൻ ആണ്. എന്താണ്? ഫ്രം ബെൻസീൻ ആണ്. ബെൻസീൻ എങ്ങനെ ഹാലോ അറീൻ ഉണ്ടാക്കുക? എടാ, അത് വളരെ സിമ്പിൾ പരിപാടിയാ, വളരെ വളരെ സിമ്പിൾ പരിപാടിയാ. നോക്കുക, ഞാനൊരു ബെൻസീൻ എടുത്തു. ഞാൻ എന്താണ് എടുത്തത്? നിങ്ങൾ എഴുതിയെടുക്കണേ, ഓർഗാനിക് എഴുതി പഠിക്കണം. ആ ബെൻസീനിലേക്ക് ഞാൻ ഹാലോജനേഷൻ നടത്താണ്, ക്ലോറിൻ ആഡ് ചെയ്യാണ്. അപ്പൊ ക്ലോറിനേഷനാണ് നടത്തുന്നത്. എന്തിന്റെ പ്രസൻസിലാ? നിങ്ങൾ നോട്ട് ചെയ്തോ? അയേൺ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ, ഡാർക്ക് മീഡിയത്തിൽ, അയേൺ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഡാർക്ക് മീഡിയത്തിൽ ബെൻസീനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുക. അത് ക്ലോറിനേഷനാ. അപ്പോൾ ഈ ബെൻസീന്ന് ഹാലോ അറീൻ ഉണ്ടാക്കുന്നതും ആക്ച്വലി എന്ത് തന്നെയാണ്? ഹാലോജനേഷൻ തന്നെയാണ് എന്നത് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്താണ് സംഭവിക്കുക? ഇത് C6H6 അല്ലേ, 6 ഹൈഡ്രജൻ ഇല്ലേ? അതിലൊരു ഹൈഡ്രജൻ ഇവിടെ ഉള്ള ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് HCl പോവും, ബാക്കിയുള്ള ക്ലോറിൻ ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ക്ലോറോ ബെൻസീൻ കിട്ടും. എന്താണ് കിട്ടുക? +HCl. നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്? ക്ലോറോ ബെൻസീൻ. ബ്രോമിനേഷൻ നടത്തിയാലോ ബ്രോമോ ബെൻസീൻ കിട്ടും. അപ്പൊ ബെൻസീനിനെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അയൺ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഡാർക്ക് മീഡിയത്തിൽ ഹാലോജനേഷൻ നടത്തുമ്പോൾ ഹാലോ അറീന് കിട്ടുന്നു. സിമ്പിൾ പ്രിപ്പറേഷൻ അല്ലേടാ ഇത്. ഇവിടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇനി നോക്കൂടാ, ഇവിടെ ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ ബെൻസീൻ അല്ലേ എടുത്തത്. ഈ നമ്മളെടുത്ത ബെൻസീനിൽ ഓൾറെഡി ഒരു CH3 ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂൻസ് ഒന്നുമില്ല, ഇവിടെ ഒരു CH3 ഉണ്ട് എന്ന് വിചാരിക്കുക. ആ CH3യുടെ പ്രത്യേകത എന്താ? CH3 ഒരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് എന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ CH3 ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ക്ലോറിനേഷൻ നടത്തുമ്പോൾ ആ CH3 എന്താ ചെയ്യുക? വരുന്ന ക്ലോറിനെ ഓർത്തോ പൊസിഷനിലേക്കും ഡയറക്റ്റ് ചെയ്യും, പാരാ പൊസിഷനിലേക്കും ഡയറക്റ്റ് ചെയ്യും. എടാ, നിങ്ങൾക്ക് അറിയില്ലേ? നോക്ക്, ഇത് നമ്മുടെ ബെൻസീന്, ഇവിടെ CH3 ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ തൊട്ടടുത്തുള്ളത് ഓർത്തോ, അപ്പോൾ ഇത് രണ്ടും ഓർത്തോ. അത് കഴിഞ്ഞ് വരുന്നത് മെറ്റ, അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് പാര. ഇതൊക്കെ നമുക്ക് അറിയുന്നതാ. അപ്പോൾ ഈ CH3 ഓർത്തോയിലേക്കും പാരയിലേക്കും ഡയറക്റ്റ് ചെയ്യുന്ന ആളാ. അപ്പോൾ ഈ ക്ലോറിൻ എങ്ങോട്ടാ ഡയറക്റ്റ് ചെയ്യുക? ഓർത്തോയിലേക്കും പാരയിലേക്കും. അപ്പോൾ ഓർത്തോ പൊസിഷനിലേക്ക് ക്ലോറിൻ വരുന്ന പ്രൊഡക്റ്റും കിട്ടും, പാരാ പൊസിഷനിലേക്ക് ക്ലോറിൻ വരുന്ന പ്രൊഡക്റ്റും കിട്ടും. നോക്ക്, നിങ്ങൾ എക്സാമ്പിൾ നോക്ക്. ഈ ബെൻസീൻ്റെ കൂടെ ഒരു CH3 ഉണ്ട്. അവിടെ നമ്മൾ ഹാലോജൻ അയൺ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഡാർക്ക് മീഡിയത്തിൽ ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അതിൻ്റെ തൊട്ടടുത്തുള്ളതല്ലേ ഓർത്തോ, ആ ഓർത്തോ പൊസിഷനിലേക്ക് വന്നു. അത് കഴിഞ്ഞ് മെറ്റ, അതിൻ്റെ ഓപ്പോസിറ്റ് പാരാ പൊസിഷനിലും വന്നു.
ഓക്കെ, അപ്പോൾ ഓർത്തോ ഹാലോ ടൊളുവിനും കിട്ടി, പാരാ ഹാലോ ടൊളുവിനും കിട്ടി. ഇതാരാ? ഇയാളെ ടൊളുവിൻ എന്നാ വിളിക്കുക. ബെൻസീൻ്റെ കൂടെ CH3 വന്നാൽ ടൊളുവിൻ. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്ത് ബെൻസീനിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലേ കിട്ടിയിട്ടുള്ളൂ, പിന്നെ എന്താ സാർ ഇവിടെ 2 പ്രൊഡക്റ്റ്? അതാ നേരത്തെ പറഞ്ഞത്, ഈ ബെൻസീൻ്റെ കൂടെയുള്ള CH3 എന്താ? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് ഓർത്തോ ഹാലോയും പാരാ ഹാലോയും കിട്ടിയത് എന്ന കാര്യം നിങ്ങൾക്കൊന്ന് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അതെങ്ങനെ എക്സാമിനൊന്നും ചോദിക്കാറില്ലെങ്കിലും ഇനി ചോദിച്ചാൽ നമുക്ക് എഴുതുകയും ചെയ്യാം. ഓക്കെ, സിമ്പിൾ കാര്യമാണ്, കൺഫ്യൂഷൻസ് ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല, അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണോടാ? ഐഡിയ ക്ലിയർ ആണോ നിങ്ങൾക്ക്? യെസ്. ഇനി എന്താ വളരെ വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എടുത്താൽ അതിലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും സാൻമേസ് റിയാക്ഷൻ. അനിലിനിൽ നിന്നുള്ള ഹാലോ അറീൻ്റെ പ്രിപ്പറേഷൻ. എന്താണ് സാൻമേസ് റിയാക്ഷൻ? സാൻമേസ് റിയാക്ഷൻ നന്നായിട്ട് ശ്രദ്ധിച്ചോടാ. ആദ്യം തന്നെ അനിലിൻ എടുക്കുക. എന്താ അനിലിൻ എന്ന് പറഞ്ഞാൽ? ബെൻസീൻ്റെ മുകളിൽ NH2 വന്ന് നിന്നാൽ അതിനെ വിളിക്കുന്ന പേര് അനിലിൻ. എടാ, അനിലിൻ എന്താ ചെയ്യേണ്ടത്? അനിലിനെ സോഡിയം നൈട്രൈറ്റും HCl-ഉമായിട്ട് ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യണം. 0 to 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 273 to 278 കെൽവിൻ എന്ന് എഴുതാം. അപ്പോൾ അനിലിനെ സോഡിയം നൈട്രൈറ്റിൻ്റെയും HCl-ൻ്റെയും പ്രസൻസിൽ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്താ സംഭവിക്കാന്നറിയോടാ? അപ്പം എന്താ സംഭവിക്കാന്നറിയോ? ബെൻസീൻ്റെ മുകളിലുള്ള NH2 മാറിയിട്ടേ അവിടെ N2Cl വരും. ഇതിന് N2+Cl- എന്ന് വേണമെങ്കിൽ എഴുതാം. എന്താ അതിൻ്റെ പേര്? ഇതിൻ്റെ പേര് ബെൻസീൻ. മക്കളെ ശ്രദ്ധിക്ക്, ബെൻസീൻ ഡയസോണിയം. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. ഓക്കെ, ജനറലി പറയാ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് എന്നാണ്. അനിലിന് സോഡിയം നൈട്രൈറ്റും HCl-ഉമായിട്ട് വെരി ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേര് ബെൻസീൻ ഡൈസോണിയം സാൾട്ട് എന്ന. എടാ, ഈ പ്രിപ്പറേഷൻ ഒരു പേരുണ്ട്, ഈ ഫസ്റ്റ് സ്റ്റെപ്പിനൊരു പേരുണ്ട്. എന്താണെന്നറിയോ? ഡയസോട്ടൈസേഷൻ. ഡയസോട്ടൈസേഷൻ റിയാക്ഷനാ. ഈ ചാപ്റ്ററിൽ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അമൈൻസ് എന്ന് പറയുന്ന ചെറിയൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിമിഷ നേരം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണത്. അവിടെയും നമ്മൾ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, മക്കൾക്ക് അത് പരിചയമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അനിലിനെ സോഡിയം നൈട്രൈറ്റും HCl-ഉമായിട്ട് വെരി ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് കിട്ടും. ഗോട്ട് ഇറ്റ്? അതാണ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. എടാ, ആ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ഇല്ലേ, ആ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ഇല്ലേ, ആ N2+Cl- അതിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. HX-ൻ്റെ പ്രസൻസിൽ കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. HX ഇനി പറയാൻ വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. എടാ, ഏത് ഹാലൈഡുമായിട്ടാണോ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലോ അറീൻ ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലോ അറീൻ ഉണ്ടാവും. എടാ, നിങ്ങൾക്ക് ഹാലോ അറീൻ കിട്ടിയോ? നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അറീൻ അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓവറോൾ റിയാക്ഷൻ ഒരു പേരുണ്ടെങ്കിൽ ആ പേരാണ് സാൻമേസ് റിയാക്ഷൻ. അപ്പോൾ സാൻമേസ് റിയാക്ഷൻ ചോദിച്ചാൽ ഈ 2 സ്റ്റെപ്പ് എഴുതാൻ കഴിയണം. അനിലിനെ സോഡിയം നൈട്രൈറ്റും HCl-ഉമായിട്ട് വെരി ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെൻസീൻ ഡൈസോണിയം സാൾട്ട് കിട്ടും. അതാണ് ഡയസോട്ടൈസേഷൻ. ആ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോപ്പർ ഹാലൈഡുമായിട്ട് HX-ൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ഹാലോ അറീന് കിട്ടും. ആ ഓവറോൾ റിയാക്ഷൻ്റെ പേരാണ് സാൻമേസ് റിയാക്ഷൻ. ആ ഓവറോൾ റിയാക്ഷൻ്റെ പേരാണ് സാൻമേസ് റിയാക്ഷൻ. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി മക്കളെ, ഒരു കാര്യം ഞാനിവിടെ ആഡ് ചെയ്യട്ടെ. നിങ്ങളിപ്പോൾ 2ാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? 2ാമത്തെ സ്റ്റെപ്പിൽ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ഇവിടെ വേണമെങ്കിൽ മൈനസ് കൊടുക്കാം. ആ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ കോപ്പർ ഹാലൈഡുമായിട്ടല്ലേ ട്രീറ്റ് ചെയ്തത്. അതിനു പകരം നിങ്ങൾക്ക് കോപ്പർ പൗഡറുമായിട്ട്, അതേപോലെ
HX-ഉമായിട്ട് ട്രീറ്റ് ചെയ്യാം. കോപ്പർ ഹാലൈഡുമായി ട്രീറ്റ് ചെയ്യുന്നതിന് പകരം കോപ്പർ പൗഡറും HX-ഉമായി ട്രീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് സെയിം പ്രോഡക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് സെയിം പ്രൊഡക്റ്റ് ആണ്. ഹാലോ അറീനാണ്. ഏത് ഹാലോജനാണോ എടുത്തത് കറസ്പോണ്ടിങ് ഹാലോ അറീന കിട്ടുക. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയോ? അങ്ങനെ നിങ്ങൾ കോപ്പർ ഹാലൈഡിന് പകരം കോപ്പർ പൗഡറും HX-ഉമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സാൻമേഴ്സ് റിയാക്ഷൻ എന്ന് പറയാനുള്ള അനുവാദമില്ല. പിന്നെ നിങ്ങൾ പറയേണ്ടത് ഗാറ്റർമാൻ റിയാക്ഷൻ എന്നാണ്. ഗാറ്റർമാൻ റിയാക്ഷൻ. അപ്പൊ ഗാറ്റർമാൻ റിയാക്ഷനും സാൻമേഴ്സ് റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ കോപ്പർ ഹാലൈഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സാൻമേഴ്സ് റിയാക്ഷനിലുള്ള സ്റ്റെപ്പാണ്. അതിനു പകരം കോപ്പർ പൗഡറും HX-ഉമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഗാറ്റർമാൻ റിയാക്ഷൻ ആണ് എന്ന് ധൈര്യപൂർവ്വം മക്കളെ നിങ്ങൾക്ക് പറയാം. ആരും നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത് പഠിക്കണം. ഇത് പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റെഡി? അപ്പൊ നമ്മൾ ഹാലോ ആൽക്കേന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു, ഹാലോ അറീന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇത്രയുമാണ് ഈ പാർട്ടിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്ക്, the reaction which converts benzene diazonium chloride to chlorobenzene using copper halide and HX. കോപ്പർ ഹാലൈഡും HX ഉപയോഗിക്കുന്നത് അത് ഏതാണ്? സാൻമേഴ്സ് റിയാക്ഷൻ ആണ്. Okay, benzene diazonium chloride when treated with copper chloride and HCl, the product formed is chlorobenzene. This reaction is called സാൻമേഴ്സ് റിയാക്ഷൻ. ഇങ്ങനെയുള്ള സില്ലി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്നുണ്ടാവുക. ഗോട്ട് ഇറ്റ്? അപ്പൊ എന്താണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഹാലോ ആൽക്കേനും ഹാലോ അറീനും എന്താന്ന് പറഞ്ഞു, അവരുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, നെയിമിങ്ങിന്റെ ബേസിക് ഐഡിയ കിട്ടി, കാർബൺ ഹാലജൻ ബോണ്ട് പോളാർ ആണ് എന്ന് മനസ്സിലാക്കി, ഹാലോ ആൽക്കേനിന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് പറഞ്ഞു, ഹാലോ അറീന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് പറഞ്ഞു. റെഡി അല്ലേ? ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അറീൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? കിഡിലോസ്കി ആയിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ കൂടെ എഴുതിയെടുത്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇനി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോന്ന് അറിയാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് എനിക്കറിയണം. അതെനിക്കൊരു എനർജിയാണ്, അടുത്ത ക്ലാസ് എടുക്കാനുള്ള എനർജിയാണ്. അത് നിങ്ങൾ പറയാ. രണ്ടാമത്തത്, ആൽക്കഹോളിൽ നിന്ന് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കാൻ ഒരു ബെസ്റ്റ് മെത്തേഡ് ഉണ്ട്. അത് യൂസിങ് തയോണൈൽ ക്ലോറൈഡ് അഥവാ SOCl2 ആണ് എന്നറിയാം. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ റീസൺ മക്കൾ ഒന്ന് കമൻ്റായിട്ട് എഴുതണം. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്യാം. അപ്പോൾ മക്കളെ, അടുത്ത ക്ലാസ്സുമായിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നാളെ ഞാൻ വരും. നാളെ ഈ ചാപ്റ്റർ ഞാൻ തീർത്തു തരും മക്കളെ. എൻ്റെ കൂടെ നിങ്ങൾ വാ. ഓർഗാനിക് കെമിസ്ട്രി അടിപൊളിയാക്കി ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.